അഭിഷിക്തന്മാർക്കെതിരെ കൈ നീട്ടിയാൽ ശിക്ഷ ഉറപ്പാ. പക്ഷേ ദൈവം അനുവദിച്ചാലേ അവർ നീട്ടുകയുള്ളൂ. സകല അധികാരങ്ങളും വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഒന്നാമത്തെ കാരണം ദൈവജനത്തിൻ്റെ ഇടയിൽ ഐക്യത വരാൻ. 2, 11-ാം അധ്യായത്തിൽ നടക്കുന്ന തർക്കവും വാദവും പത്രോസിനെതിരെയാണ്. മനസ്സിലായോ? പത്രോസിനെതിരെയാണ്. ആ പത്രോസിനെ തടവിലിട്ടു. നീ ജാതികളുടെ വീട്ടിൽ പോയത് തെറ്റാണെന്ന് പറഞ്ഞ് വിധിക്കുന്ന ആ പത്രോസിനെ തടവിലിട്ടാൽ എത്ര പേര് പ്രാർത്ഥിക്കും? നമുക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ നമുക്കിഷ്ടം. നിനക്ക് അങ്ങനെ തന്നെ വേണം എന്നല്ലേ പറയുള്ളൂ. കാരണം ഞങ്ങളെ വിട്ട് ഞങ്ങളുടെ ആലോചന ചോദിക്കാതെ നീ ജാതികളുടെ വീട്ടിൽ പോയി അനുഭവിച്ചോ എന്നവർ പറഞ്ഞില്ല. ഒരു ദൂത് പറയാം. നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ദൈവം കൊടുത്തൊരു നിയോഗത്തിൽ എന്തെങ്കിലും ചെയ്താൽ അവരെ കുറ്റം വിധിച്ച് തള്ളിക്കളയാതെ ചേർത്ത് നിർത്താനുള്ളൊരു പാഠം അതിനകത്തൊളിഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും അങ്ങനെയല്ലേ വാക്യം? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ അല്ലെന്ന് തോന്നുന്നു വാക്യം. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ആദ്യം അവരോട് നിരപ്പ് പ്രാപിക്കണം. എനിക്കൊരു സംശയം, നമ്മുടെ പുസ്തകത്തിൽ തിരിച്ചാണോ? അതുകൊണ്ടല്ലേ നമ്മൾ ആണ്ടർതി യോഗത്തിൽ പറയുന്നേ, എനിക്ക് ആരോടും ഒന്നുമില്ല, ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെ ക്ഷമിച്ചേരും. ഹോൾസെയില കൊടുത്തേക്ക. നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ റോസമ്മയോട് ഞാൻ പറഞ്ഞ വാക്കുകൾ അവരുടെ ഉള്ളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. റോസമ്മേ, നീ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ആരാധനയ്ക്ക് കയറേണ്ടതിന് പകരം ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിച്ചേരെന്ന് ഹോൾസെയിലിൽ പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന ഒരു സ്വർഗത്തെ എനിക്ക് പരിചയമില്ല. മനസ്സിലാകുന്നുണ്ടോ? വ്യക്തിപരമായി വേദനിപ്പിച്ചതിന് വ്യക്തിപരമായി ക്ഷമ ചോദിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 15-ാം രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിക്കുന്നു, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടോ? കൂടെ കൂടെ പറഞ്ഞിട്ടും അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ ദൈവം വഴിയുണ്ടാക്കും. ഞാൻ വളരെ ഭയത്തോടെ അത് പറയുക. നമുക്ക് നിരപ്പാകാനുള്ളത് എന്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുമ്പോൾ തോന്നിക്കുന്നെങ്കിൽ അവരെ ഫോണിലൂടെ വിളിച്ച് ക്ഷമ ചോദിക്കുന്നത് മാന്യതയുടെ ലക്ഷണമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നാ ഒരു സന്തോഷമില്ലാത്തേ? പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ മുഖത്ത് തുപ്പി രോമം വലിച്ചു പറിച്ചു അടിച്ചയാൾ ചോദിച്ചു, ഇപ്പം ആരാ തല്ലിയെന്നൊന്ന് പറയാവോ? കർത്താവ് അതിന് മറുപടി എന്നാ പറയണ്ടേ? ഇന്ന വീട്ടിലെ ഇന്നയാളിൻ്റെ മകൻ്റെ മകനല്ലേ നീ? പറയാൻ അറിയാത്ത ആളാണോ ഇരിക്കുന്നത്? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് എങ്ങനെ കെട്ടിയാലും കാണില്ലേ? പക്ഷേ യേശുവോ മിണ്ടാതിരുന്നു. ഈ രാത്രിയിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ ഓർക്കുക, ചില സാഹചര്യങ്ങളിൽ നീ മൗനമായിരിക്കേണ്ടി വരും. മറുപടി പറയാൻ നിനക്ക് പ്രതികരിക്കാൻ കഴിവുള്ളപ്പോൾ നീ മൗനമായിരുന്നാൽ സ്വർഗം നിനക്ക് വേണ്ടി സംസാരിക്കുന്നു നീ കാണും. നീ മിണ്ടാതിരുന്നാൽ സ്വർഗം നിനക്ക് വേണ്ടി സംസാരിക്കും. അതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ വില്ലൊടിക്കും, ഞാൻ കുന്തം മുറിക്കും, ഞാൻ രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും. അതൊക്കെ നീ മിണ്ടാതിരുന്നാലേ ഉള്ളൂ. നീ മിണ്ടിയാൽ നീ കാര്യം ഏറ്റെടുത്തോണം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലതിൻ്റെ മുൻപിൽ മൗനമായിരിക്കാം. ചിലത് കേട്ടാലും മൗനമായി പ്രാർത്ഥിച്ചോ, മറുപടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നിന്റെ വേദനയ്ക്കും നിന്റെ മുറിവിനും അനുസരിച്ച് എണ്ണയും വീഞ്ഞുമായി ഒരു ശമര്യക്കാരൻ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ രാത്രിയിൽ മുറിവിന്റെ ആഴത്തിൽ ഭാരപ്പെടുന്ന സഹോദരിമാരെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ മുറിവിന്റെ ആഴം യഥാർത്ഥത്തിൽ അറിയുന്ന ഒരു ശമര്യക്കാരൻ ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നിന്റെ മുറിവിനകത്ത് എണ്ണ പകരാൻ, നിന്റെ വേദന ഒപ്പിയെടുക്കാൻ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു സർവശക്തന്റെ സാന്നിധ്യം ഈ രാത്രി തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞാനിന്ന് രാത്രി പറയും. ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പെട്ടെന്നൊന്നും മറുപടി കിട്ടില്ല. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. 2007 ഞാൻ ആദ്യമായി സ്റ്റേറ്റ്സിൽ ഒരു കോൺഫറൻസിൽ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു സിസ്റ്റർ എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കിവിടെ ഒരു പ്രെയർ ലൈനുണ്ട്, അതിനകത്ത് മെസ്സേജ് കൊടുക്കാൻ പറ്റൂ. ഞാൻ പിന്നെ കൊടുക്കാം, പക്ഷേ എനിക്ക് ഓഡിയൻസിനെ കണ്ടില്ലേ പ്രസംഗം വരികയില്ല. കർത്താവിൻ്റെ ദാസി പറഞ്ഞു, ആൻറ്റി ഒരു 250 പേര് പല സ്റ്റേറ്റിൽ നിന്ന് കയറിയിരിപ്പുണ്ട്, കർത്താവിൻ്റെ ദാസിനൊക്കെ അതിൽ സന്ദേശം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ആൻറ്റി ആളെ കണ്ടുകൊണ്ട് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞോളാം. ശരി. ഒരു ദിവസം പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായി. പിന്നെ 3 മാസം തുടർച്ചയായി എല്ലാ ദിവസവും ഓരോ പാട്ടും ഒക്കെ പാടി മെസ്സേജ് കൊടുത്തു. പോരാറായപ്പോൾ എൻ്റെ ഹൃദയത്തിലൊരു വേദന. പ്രെയർ ലൈൻ നാട്ടിൽ ചെന്നാൽ ഇല്ലല്ലോ. പ്രാർത്ഥന ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്നും അങ്ങനെ വേദനയൊന്നും വരികയല്ലേ. ഹലോ, ഈ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തോട് ചേർന്നിരിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ പ്രയാസമുള്ളൂ, അല്ലാത്തവർക്ക് ഒരു പ്രയാസമില്ല. പിശാചിനും അവരോട് ഭയങ്കര ഇഷ്ടമാണ്. പിശാചി പറയാം, നീ ഒന്നും ചെയ്യേണ്ട, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നീ പോയെന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ, സാരമില്ല. പക്ഷെ ചിലരെ ദൈവം നോക്കുന്നത് പോലെ തന്നെ പിശാചി നോക്കുക, ഇവനെ പരാജയപ്പെടുത്താൻ എന്താ വഴിയെന്ന്. പക്ഷെ ഓർക്കുക, നിന്നെ പരാജയപ്പെടുത്താൻ ശത്രു കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതിൻ്റെ മറുവശത്ത് ദൈവം തൻ്റെ പദ്ധതി നിനക്ക് വേണ്ടി ഒരുക്കുകയാണ്. നിന്നെ തോൽപ്പിക്കാൻ കൂട്ടം കൂടുന്ന മനുഷ്യരെ കണ്ട് നീ ഭയപ്പെടേണ്ട. സർവശക്തൻ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്റെ കയ്യിൽ പിടിച്ച് ഏത് സ്ഥലത്ത് നീ പരാജയപ്പെടുന്നു അതേ സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കും. നാട്ടിൽ വന്നു. ഞാൻ ഇവിടെയുള്ള പലയിടത്തും അന്വേഷിച്ചു ഒരു ലൈൻ കിട്ടുമോ, പ്രെയർ ലൈൻ. അപ്പോൾ കിട്ടിയ എല്ലാ ആൻസറും അങ്ങനെ ഒരു സംവിധാനം ഇല്ല കേരളത്തിൽ. പിന്നെ കോൺഫറൻസ് ലൈൻ കാണും, ഒരു 5-6 പേര് കൂടി പ്രാർത്ഥിക്കാം. 2007 മുതൽ 2017 വരെ പ്രാർത്ഥിച്ചു, മറുപടിയില്ല. പിന്നെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷേ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ മറുപടി കാണുന്നവരെ പ്രാർത്ഥിക്കും. ഏലിയാവും മഴയ്ക്ക് വേണ്ടി എത്ര സമയം പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? എല്ലാവരും പറയും 7 പ്രാവശ്യം ശിഷ്യൻ കാണുന്നത് വരെ എന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥ അർത്ഥം മഴ പെയ്യുന്നത് വരെ, കൈ കാണുന്നത് വരെ, മറുപടി കണ്ണിൻ്റെ മുമ്പിൽ വെളിപ്പെടുന്നത് വരെ. അതാ പ്രാർത്ഥന. നീ വിചാരിക്കുന്ന മറുപടിയും സ്വർഗത്തിൻ്റെ മറുപടിയും ഒന്നായി നിന്റെ മുമ്പിൽ വെളിപ്പെടുന്നത് വരെ നീ പ്രാർത്ഥനയിൽ പോരാടണം. എത്ര മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വന്നാലും പ്രതിസന്ധിക്കകത്ത് തള്ളിയിട്ടാലും ഇനി നീ പ്രാർത്ഥിക്കേണ്ടെന്ന് പിശാച് നിന്റെ ചെവിയിൽ പറഞ്ഞാലും ഓർക്കുക, ദൈവം നിനക്കൊരു നിയോഗം തന്നിട്ട് ഒരു ഭാരം തന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മറുപടി കയ്യിൽ കാണുന്നത് വരെ. അങ്ങനെ 2017 വരെ പ്രാർത്ഥിച്ചു. 18ന്റെ ആരംഭത്തിൽ UK ഇതുപോലെ ഒരു പ്രെയർ ലൈൻ ഉണ്ട്. ആ ദേവദാസ് എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ പ്രെയർ ലൈൻ ഒരു മെസ്സേജ് തരാമോ? തരാം. മെസ്സേജൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ലൈൻ കട്ട് ചെയ്തിട്ട് അദ്ദേഹം ആ കർത്താവിദാസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ പ്രെയർ ലൈൻ കേരളത്തിൽ നിന്ന് കയറാവുന്ന പ്രെയർ ലൈനാണ്, സിസ്റ്ററിന് അതിൽ കയറാൻ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷേ എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ആ ഫോണും പിടിച്ചോണ്ട് അവിടെ നിന്ന് തുള്ളിച്ചാടി. മോളിറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്താ തുള്ളുന്നേ? ഞാൻ പറഞ്ഞൊരു മറുപടി, എന്നാൽ ഫോൺ താഴെ വെച്ചിട്ട് തുള്ളു, അത്ര നേരം വെയിറ്റ് ചെയ്യാൻ സമയമില്ലല്ലോ. മറുപടി കിട്ടിയാൽ തുള്ളിപ്പോവില്ലേ? 11 വർഷം വൈകിയ മറുപടി കയ്യിലേക്ക് വരിക. അങ്ങനെ പ്രാർത്ഥിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? മറുപടി കിട്ടാതെ ഇപ്പോഴും ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പ്രാർത്ഥന തീർന്നിട്ടല്ല, ഇന്ന് രാത്രി മറുപടിയാ, ഈ രാത്രി മറുപടിയാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഞാൻ റെഡി. കൂട്ട സഹോദരിമാരോട് ആലോചിക്കട്ടെ. ചോദിച്ചു, എല്ലാവരും കയറാൻ റെഡിയാ. കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത പ്രെയർ ലൈൻ ഇന്ന് വരെ നടക്കുക. വെളുപ്പിനെ 5 മണി മുതൽ 7 മണി വരെ
കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സഹോദരിമാർ കയറി നിന്ന് പ്രാർത്ഥിക്കുക. രാത്രി 8:30 മുതൽ രാത്രി 11:30 വരെ അനേക സഹോദരിമാർ കയറി നിന്ന് പ്രാർത്ഥിക്കുന്നു, ദൈവവചനം പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞൊരു വർഷമായി ഇന്ത്യക്ക് വേണ്ടി ശ്രദ്ധയോടെ രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവം ചിലത് ഇന്ത്യയിൽ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ആരംഭം പ്രാർത്ഥനാ മുറികളിലാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചോ, ഉറക്കത്തെ മാറ്റിവെച്ച് സുഖ സൗകര്യങ്ങളെ മാറ്റിവെച്ച് പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിക്കയറ്. 9:30 മുതൽ 10:30 വരെയുള്ള സമയം യൂത്തിൻ്റെ ലൈന. മോളാ ലീഡ് ചെയ്യുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി വിശ്വാസികളുടെ തലമുറകൾ പോലും നഷ്ടപ്പെട്ട പലതും മടങ്ങി വരാൻ ആ പ്രയർ ലൈൻ ഇടയാക്കി. ദീർഘവർഷങ്ങൾ നീ പ്രാർത്ഥിച്ചതിൻ്റെ മറുപടികൾ വളരെ മഹത്വത്തോടെ വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാൻ വന്നത്, ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ ഒരു മറുപടി തരാൻ 11 വർഷം വേണോ? ആരോടോ ദൈവം സംസാരിക്കുക. 11 വർഷം വേണോ ഒരു പ്രാർത്ഥനയുടെ മറുപടി തരാൻ? കർത്താവിനോട് പറഞ്ഞു, നീ 2007 ചോദിച്ചപ്പോഴേ പ്രാർത്ഥനയുടെ മറുപടി തരാൻ ഞാൻ റെഡിയായിരുന്നു. പിന്നെന്തു പറ്റി? അന്ന് മറുപടി തന്നാൽ ഞാനും നീയും മാത്രമേ ലൈനിൽ കാണുള്ളൂ. മനസ്സിലായില്ല. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കേൾക്കണോ, 2017 അവസാനത്തിലാണ് അംബാനിക്ക് തോന്നിയത് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് കോള്. അംബാനി ജിയോ ഫ്രീ ആയിട്ട് കൊടുത്ത വഴി ഐഡിയ ഫ്രീ, എയർടെൽ ഫ്രീ, BSNL ഫ്രീ, സർവത്ര ഫ്രീ. ഫ്രീ കോളുകളുടെ കളിയായി. ഇപ്പം ആർക്കും ഏത് സമയത്തും കയറാവുന്നത് പോലെ ഫ്രീ കോളുകളായി. എന്നോട് കർത്താവ് പറഞ്ഞ മറുപടി പറഞ്ഞിട്ട് ഞാൻ പോകാം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വൈകിയത് ഞാൻ ഗവൺമെൻറ് തലത്തിലാണ് ഇടപെട്ടത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ അധികാര സ്ഥാനങ്ങളിൽ വെളിപ്പെടുത്തി ചെയ്യാൻ കഴിയുന്ന ഒരു സർവശക്തനെ ഞാനിവിടെ ഉയർത്തുകയാ. നിന്റെ കൊച്ചു പുരയ്ക്കകത്ത് ആരും കാണാതെ ആ കീറിയ പായിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി വരുമ്പോൾ സർക്കാർ അറിയുമെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഗവൺമെന്റ് തലത്തിൽ നിന്റെ പ്രാർത്ഥനയ്ക്കൊരു കുലുക്കമുണ്ടാക്കുന്നെങ്കിൽ നീ എന്തിനാ പ്രാർത്ഥിക്കാൻ മടിക്കുന്നേ? നീ ആരോടാ പ്രാർത്ഥിക്കുന്നേ? ശ്രദ്ധയോടെ രാത്രി പ്രാർത്ഥനയിൽ അല്പം കൂടെ ശ്രദ്ധിക്കാൻ. ഹല്ലേലൂയ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ അല്പം പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം വേദപുസ്തകത്തിൽ. ഒന്നെടുക്കാമോ? യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം യഹോവ യോശുവയോട് അരുളിച്ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. പടജ്ജനത്തെ ഒക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിയിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവൻ്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് വായിപ്പിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. യോശുവയോട് ദൈവം പറഞ്ഞു, നീ ജനത്തെ കൂട്ടിക്കൊണ്ട് ഹായി പട്ടണത്തിലേക്ക് ചെല്ലുക. ഹായി രാജാവിനെയും ജനങ്ങളെയും പട്ടണത്തെയും ഞാൻ നിന്റെ കയ്യിൽ, പറഞ്ഞ ബാക്കി, ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഉറപ്പല്ലേ? നിങ്ങളത് പ്രതികരിക്കാവോ? ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോക്കാം എന്നല്ലല്ലോ. ഏൽപ്പിച്ചിരിക്കുന്നു, തന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. ദൈവം തരുന്ന വാഗ്ദത്തങ്ങളൊക്കെ ഉറപ്പോടെയാണ് തരുന്നത്. ഇതങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം, അത് തമ്പുരാൻ്റെ അടുക്ക എന്നുള്ളതല്ല. കൊച്ചാണുമാകാം പെണ്ണുമാകാം, അതിപ്പോൾ നമുക്കറിയാൻ പറ്റും. ചിലർ പറയുന്ന ദൂത് അങ്ങനെ ആണാവാനും പെണ്ണാവാനും സാധ്യതയുണ്ട്. ഇത് കാലാവസ്ഥാ പ്രവാചകർ പറയുന്ന പോലെ അങ്ങനെയില്ല. തമ്പുരാൻ പറഞ്ഞാൽ ഒന്നിലാണ്, അല്ലെ പെണ്ണ്. ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ യെസ് എന്ന് പറഞ്ഞാൽ യെസ് തന്നെയാണ്. അപ്പൊ യോശുവയോട് പറഞ്ഞു, ഹായി പട്ടണം ഞാൻ നിനക്ക് തന്നു. വാഗ്ദത്തം ദൈവം തരുന്നത് ഉറപ്പായിട്ടാണ്. ഇന്ന് രാത്രി വാഗ്ദത്തം പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു, ദൈവം നിങ്ങളോട് പറഞ്ഞ ഏതെങ്കിലും ദൂത് നിങ്ങളുടെ പ്രാർത്ഥനാ ഡയറിയിലോ വേദപുസ്തകത്തിൻ്റെ പുറന്താളുകളിലോ എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ നാളെ അത് നോ എന്ന് ദൈവം പറയില്ല, യേസ് എന്ന് തന്നെയാ.
അത് നിവർത്തിയാക്കാൻ ദൈവം ജാഗ്രതയോടെ ഇരിക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന ചില മതിലുകൾ ഈ രാത്രി അത് തകർന്നു വീഴും. ശന്ധരാധികര അന്ധകാര ശക്തികൾ എത്ര തടഞ്ഞാലും നിന്റെ വാഗ്ദത്തം തടയപ്പെടില്ല. വിശ്വാസമുണ്ടോ? അതെല്ലാം പിശാച് അങ്ങ് തടഞ്ഞു. ആര് പറഞ്ഞു പിശാച് തടഞ്ഞു? പിശാച് പറയാ എനിക്ക് അവളെ പേടിയാ. നമ്മളെന്നാ പറയണേ? പിശാചിനെ എനിക്ക് പേടിയാ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ചിലരൊക്കെ പള്ളി അമ്പലമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞെട്ടി. അതിനകത്തിരിക്കുന്നവർ പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. എനിക്ക് ബാംഗ്ലൂർ പട്ടണത്തിൽ പേടിയുണ്ടെങ്കിൽ ചിന്നമ്മയെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇത് കേൾക്കാത്തതുകൊണ്ട് നമ്മുടെ വെപ്രാളം എന്താന്ന് ഓർത്തിരിക്കുക. ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞതും നിങ്ങൾ കേട്ടിട്ടുള്ളതുമായൊരു സംഭവം ഞാൻ പറയാം. ഒരമ്പലത്തിലെ പൂജാരി ഒരു രാത്രിയിൽ വീടുക. രാത്രി പൂജാരിയെ തട്ടി എഴുന്നേൽപ്പിച്ചു. ആര്? അമ്പലത്തിലെ ദേവി. എഴുന്നേൽപ്പിച്ചിട്ട്, അമ്പലം എന്നൊന്നും പറയുമ്പോൾ പേടിയില്ലല്ലോ അല്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടൊരു പേടി പോലെ. തട്ടി എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, വേഗം അമ്പലത്തിലേക്ക് ചെല്ല്. ഞാൻ നടക്കാൻ ഇറങ്ങിയതാ, എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഈ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ മഴ പെയ്യുന്നു. ഒരു കാലം കൂടെയൊക്കെ എടുത്ത് പിടിച്ച് ഇദ്ദേഹം അമ്പലത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അമ്പലത്തിൻ്റെ തിണ്ണയിൽ ഒരു പാവപ്പെട്ട വിശ്വാസി നിൽക്കുന്നു. മനസ്സിലായില്ല? വിശ്വാസിയെ കണ്ട വഴി പൂജാരി ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്? മഴ പെയ്തപ്പം നനയാതിരിക്കാൻ കയറിയതാ. പൂജാരി ചോദിച്ചു, കുട വേണേ തരാം, ഒന്ന് പോയി തരാമോ? ഞങ്ങളുടെ കുട്ടിക്കൊന്ന് അകത്തോട്ട് കയറാനാ. വല്ലതും മനസ്സിലായോ? നമ്മൾ അവരെ ഭയപ്പെടുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ പിശാച് ഭയപ്പെടുക. ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടാൻ, പിശാചിന് പേടിക്കാൻ നിന്നെ പേടിയാന്ന്. ഹല്ലേലൂയ. അപ്പം നീ പവറിൽ അങ്ങ് നിൽക്കുവാണെ പിന്നെ എന്നതായിരിക്കും അവിടെ? ആ കോമ്പൗണ്ടിൽ അടക്കിയ ചിലർ പറയും എല്ലാം അന്ധകാര ശക്തിയാ, എല്ലാം പോരാട്ടം, ഇതെന്നാ തീരുന്നത്? പെട്ടി വെക്കുമ്പോഴോ? ഹല്ലേലൂയ. ഞങ്ങളുടെ നാട്ടിലൊരു നല്ല ദൈവദാസനുണ്ട്. അദ്ദേഹം ദീർഘവർഷങ്ങളൊക്കെ വയനാട് പ്രവർത്തിച്ചേച്ച് നാട്ടിൽ വന്നൊരു വീട് വെക്കണമെന്ന് വിചാരിച്ചു. വീട് വെക്കാനായിട്ട് വന്നപ്പോൾ ചേട്ടന്മാരോട്, അവരെല്ലാം ഹിന്ദുക്കൾ, അവരോട് എന്ന് വെച്ച് പറഞ്ഞു, എനിക്കൊരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർ പറഞ്ഞു ശരിയാവില്ല, ഞാൻ എന്തായാലും വീട് വെക്കും. ഇവർ 3 പേരും കൂടെ മന്ത്രവാദിയുടെ അടുക്ക ചെന്നു. ചെന്നേച്ച് പറഞ്ഞു, അനിയൻ വീട് വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, നടക്കരുത്. മന്ത്രവാദിക്ക് എന്നെ പണി, പൈസ മേടിച്ചു, ഞാൻ ശരിയാക്കാന്ന് പറഞ്ഞു. ചുമ്മാ പറയണ കേട്ടോ. പൈസ മേടിച്ച് മന്ത്രവാദി വീട്ടിൽ വെച്ചു. ദൈവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീട് പണി തുടങ്ങി. വീട് പണിതു, കയറി താമസവും നടത്തി. ഹലോ, നിങ്ങളിടയ്ക്ക് ഇല്ല എന്നൊരു സംശയം. 3 സഹോദരന്മാരും കൂടെ മന്ത്രവാദിയുടെ അടുക്ക ചെന്നേച്ച് ചോദിച്ചു, അപ്പം ഞങ്ങൾ പറഞ്ഞതല്ലേ അവരെ കൊണ്ട് വീട് പണിയിപ്പിക്കരുതെന്ന്? മറുപടി കേൾക്കാൻ താല്പര്യമുള്ളൊരു കൈയൊന്ന് ഉയർത്തിക്ക്. നിങ്ങൾ ഉറങ്ങുവാണോ എന്നറിയാൻ. മന്ത്രവാദി പറഞ്ഞു, ഞാൻ 4 വശവും തടഞ്ഞു, പക്ഷെ മേളിൽ നിന്ന് തടയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റുമോ? നീ സേവിക്കുന്ന ദൈവത്തിന്റെ വലിപ്പം. പ്രാർത്ഥനയിൽ പോരാടുന്ന നീ പറയുന്നതിന് സീൽ വെക്കാൻ എന്റെ ദൈവമുണ്ട്. ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാർ പെന്തക്കോസ്ത് സത്യത്തിന് വേണ്ടി വില മുടക്കിയവരാ. നിങ്ങൾ എത്ര പേർക്ക് അറിയാവുന്ന അറിയത്തില്ല. പത്തിച്ചിറ യോനാച്ചനൊക്കെ പറഞ്ഞ നിങ്ങളുടെ വല്യപ്പച്ചന്മാരൊക്കെയാ. അവരൊക്കെ അങ്ങ് ഇറങ്ങുമ്പോഴേ മൈലുകൾക്കപ്പുറത്ത് ഭൂതമിരിക്കുന്നവർ പറയുക, ഞങ്ങൾ പൊക്കോള, ഞങ്ങളെ വിടാനുള്ളവർ വരുന്നുണ്ടെന്ന്. പ്രൈസലോ. ഇപ്പോൾ ഉള്ളവരിറങ്ങുമ്പോൾ ഭൂതം പറയും, എനിക്ക് കൂട്ടിന് പറ്റിയ ആൾ വരുന്നുണ്ട്, ഞാനിവിടെ ഇരുന്നോളാം. കാരണം തീ കെട്ടുപോയി. ഭൂതങ്ങൾ അലറിയോടുന്നൊരു ശുശ്രൂഷ നിന്റെ പക്കലുണ്ട് കേട്ടോ. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ നിന്റെ മുൻപിൽ ചിലത് മുട്ടുമടക്കാൻ പോകുക.
ഓ നീ പറയണ്ട, നോക്കിയാ മതി, നോക്കിയാ മതി. യെസ് യെസ്. ഹല്ലേലൂയ. എന്തോ പല കാര്യങ്ങൾ പറയാൻ പരിശുദ്ധാത്മാവിനെ തോന്നിക്കുക. ഞാൻ വചനത്തിലേക്ക് കയറാൻ ധൃതി പിടിക്കുക. ഈ ആരംഭകാലത്ത് പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ഭയങ്കര പവർഫുള്ളാണ്. നമ്മളെപ്പോലെ ഇരിക്കുന്ന കണ്ടാൽ തന്നെ ഒരു വിഷമം. ഇവർക്ക് എന്തോ പറ്റിയെന്ന് ഓർക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ കോട്ടയം പട്ടണത്തിലൊരു സ്ഥലത്ത് കൺവെൻഷന് പ്രസംഗിക്കുക. എൻ്റെ മുമ്പിൽ വന്നിരുന്ന ഒരു അമ്മച്ചിയോട് എഴുന്നേക്കാൻ പറയാൻ പറ്റുമോ? പരസ്യയോഗമല്ലേ. ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ദൈവിക സമാധാനം എന്താണെന്ന് അറിയണേ ഞങ്ങളുടെ ഇടയിൽ വരണം. ഇവിടെ ഇരുന്ന് പോലും മനുഷ്യൻ ഉറങ്ങുക. അത്ര ദൈവിക സമാധാനമാണ് ഞങ്ങൾക്ക്. അമ്മച്ചി പിന്നുറങ്ങിയില്ല. മനസ്സിലാവുന്നുണ്ടോ? സമാധാനം അങ്ങ് നിറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഒന്നും വേണ്ട. കൊളസ്ട്രോൾ PSC ടെസ്റ്റ് എഴുതി വെച്ച് ഇരിക്കുവാന്ന് കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു. അതെന്നാന്ന് ചോദിച്ചപ്പോഴാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ടെസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ പഴയ പോലൊന്നും ഒരു ആരാധന വെളിപ്പെടുകയല്ലേ. ഇന്ന് ആരാധിക്കാൻ പറ്റുമോ? ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ നിന്റെ മേലുള്ള പവർ തിരിച്ചറിഞ്ഞാൽ രാത്രി നീ ചിലതിന്റെ മുൻപിൽ വാക്കുകൊണ്ട് വിളിച്ചു പറയും, ശന്തര വികന. യെസ് യെസ്. ഹല്ലേലൂയ. പഴയ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും വചനത്തിലേക്ക് വരും. ഒരു പഴയ കാലത്തെ പരസ്യയോഗത്തിന് അമ്മച്ചിമാരൊക്കെ പോവും. ഉണ്ടും ചട്ടയും ഇവിടുത്തെ അമ്മച്ചിമാരൊക്കെ പോയി പരസ്യയോഗത്തിന് നിൽക്കും. ഇപ്പം അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി, എന്നാലും തുടങ്ങി കേരളത്തിലൊക്കെ. അപ്പോൾ ഒരു പരസ്യയോഗത്തിന് ഉപദേശിയും കുറച്ച് അമ്മച്ചിമാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഒരു ആനയെ ഇളക്കി വിട്ടു. പാപ്പാൻ ആനയും കൊണ്ട് ഇങ്ങനെ വട്ടം കറങ്ങുക. പരസ്യയോഗം അന്ന് മൈക്കൊന്നുമില്ല. പ്രസംഗിക്കാനായിട്ട് ഉപദേശിച്ച് തുടങ്ങുമ്പോൾ ആന ഇളകും. കുറേ നേരം കണ്ടുവന്നപ്പോൾ അമ്മച്ചിക്ക് ദേഷ്യം വന്നു. അമ്മച്ചി അങ്ങോട്ട് നോക്കി വെച്ച് പറഞ്ഞു, ഇരിക്കാനേ അവിടെ നിന്ന് പറഞ്ഞു. പൂച്ചയോട് പറയാൻ നമുക്ക് പേടിയാ. അമ്മച്ചി പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആന എവിടെ ഇരുന്നു? പറയാൻ പറ്റുമോ? ഈ രാത്രി പറയാൻ പറ്റുമോ? അത് പറയാനാ ദൈവം നമ്മളെ വിളിച്ചത്. ആത്മീക ശുശ്രൂഷയ്ക്കെതിരെ, കുടുംബത്തിന്റെ സമാധാനത്തിനെതിരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ മുന്നേറ്റത്തിനെതിരെ അലറി വരുന്ന പിശാചിന്റെ അലർച്ച കേട്ടുകൊണ്ട് നീ അകത്തളങ്ങൾ ഒളിക്കുവാനല്ല, നീ ചിലതിനോട് ആത്മാവിൽ കൽപ്പിക്കണം. പരസ്യയോഗം നന്നായിട്ട് ഉപദേശിയോട് പറഞ്ഞു, പരസ്യയോഗം നടത്തിക്കോളാൻ പറഞ്ഞു. ഉപദേശി പരസ്യയോഗം എല്ലാം നടത്തി ആശീർവാദവും പറഞ്ഞ് വീട്ടിൽ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരെ അമ്മച്ചിയെ തിരക്കി വീട്ടിൽ വന്നു. എന്താ വന്നതെന്ന് ചോദിച്ചു. ആന എഴുന്നേക്കുന്നില്ല. അത് ഞങ്ങളുടെ പരസ്യവും കഴിഞ്ഞല്ലോ, ഇനി എന്തിനാ ആന ഇരിക്കുന്നേ? ഇല്ല, ഞങ്ങളാരും പറഞ്ഞിട്ട് ആന എഴുന്നേക്കുന്നില്ല. മേലാൽ ഈ പണിയും കൊണ്ട് വരരുതെന്ന് പറഞ്ഞു. വേഗം പോയി ആനയും കൊണ്ട് പൊക്കോ, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ചെന്ന് എഴുന്നേക്കാനേന്ന് പറഞ്ഞു. ആന സുഖമായിട്ട് എഴുന്നേറ്റ് പോയി. ഒരമ്മച്ചി പറഞ്ഞാൽ കേൾക്കുവോ? അങ്ങനെയാണെങ്കിൽ യൗവനയുക്തരായ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുവോ? അഭിഷേകമുള്ള നീ പറഞ്ഞാൽ കേൾക്കുവോ? എല്ലാരോടും എല്ലാത്തിനും സഹകരിച്ച് കോംപ്രമൈസ് ചെയ്യുന്നവരെ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. രഹസ്യ ജീവിതത്തിൽ വിശുദ്ധിക്ക് വില മുടക്കുന്ന അഭിഷിക്തരെ, ഈ വിശുദ്ധിക്ക് വില മുടക്കുക എന്നൊക്കെ പറഞ്ഞ സാധാരണ കാര്യമല്ല. നീ നമ്മുടെ വിചാരം ഉണ്ടല്ലോ, ഇറങ്ങി തിരിച്ചു കൈകൊട്ടി പാടി തീർന്നില്ല. ഞാൻ പെണ്ണ് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരരുത്. എബ്രായ ബാലന്മാരെ പിടിച്ചോണ്ട് പോയ കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ട്, കുറച്ച് പേരല്ല. അതിനകത്തുനിന്ന് 4 പേര് മാത്രമേ ഭക്ഷണം കണ്ടപ്പോൾ മാറി നിന്നുള്ളൂ. എൻ്റെ പാവനെ ഞാൻ പറയാം, ബാക്കി പിടിച്ചോണ്ട് പോയവർ പറഞ്ഞു കാണും, ഞങ്ങളുടെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ടതാണെന്നറിയാവോ, ദൈവം ഞങ്ങൾക്ക് തന്ന നന്മയായത് കഴിക്കാം. ഹലോ, ഇവർ പറഞ്ഞു ഒരു നന്മയല്ലിത്, ഇതൊന്നും ഒരു നന്മയല്ല.
ഞങ്ങൾക്ക് രാജാവിൻ്റെ ഭോജനം വേണ്ട, പ്രമാണമാ വലുത്, പ്രമാണമാ വലുത്. തീച്ചൂള മാറ്റാനും സിംഹത്തിന്റെ വായടയ്ക്കാനും ദൈവം ഇറങ്ങണമെങ്കിൽ പ്രമാണത്തിന് വില കൊടുക്കണം. പ്രമാണത്തിന് വില കൊടുക്കാത്തവരെ ദൈവത്തിന് ആവശ്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ പറഞ്ഞപ്പോൾ ചിലതൊക്കെ നടന്നത്. ഞാൻ വിശ്വാസത്തോടെ പറയാം, ബാംഗ്ലൂർ പട്ടണം ചലിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. എത്ര പേർക്ക് വിശ്വാസമുണ്ടത്? ചില കൂട്ട ആത്മഹത്യകൾ മാറിപ്പോകണമെങ്കിൽ നിങ്ങൾ കൽപ്പിക്കണം. ചില കുലപാതകങ്ങൾ മാറണമെങ്കിൽ നിങ്ങളുടെ നാവിൽ അധികാരമുണ്ട്. വർഷങ്ങളായി കിടക്കുന്ന ചിലതിനോട് വെളിയിൽ വരാൻ പറയാൻ അഭിഷേകമുള്ള നിങ്ങൾക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. എല്ലായിടത്തും പോയി തല വെച്ച് കൊടുക്കരുത്. എല്ലായിടത്തും പോയി കിട്ടുന്നതെല്ലാം കഴിക്കരുത്. പറ്റൂല്ലത്. ഞങ്ങളുടെയൊക്കെ മാതാപിതാക്കൾ വിശ്വാസ സത്യത്തിൽ ഇറങ്ങിയപ്പം വളരെ പ്രതികൂലം സഹിച്ചു. കല്യാണത്തിനൊന്നും വരണ്ടെന്ന് പറഞ്ഞു. കഴുത്തും കാതും പറിച്ചവരൊന്നും ഞങ്ങളുടെ കല്യാണത്തിന് വരണ്ട, വേണ്ട. ഞങ്ങൾ പോയി കല്യാണം കണ്ടേച്ചു പോന്നു. ചിക്കൻ കഴിക്കേണ്ടെന്നല്ലേ ഉള്ളൂ, കല്യാണം കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പം നമ്മളെന്നാ അറിയാം, നമ്മൾ ചെന്നില്ല അവർ കല്യാണം നടത്തുമോ? സുഖമായിട്ട് നടത്തും. നമ്മൾ ചെല്ലാതിരിക്കാനാണ് അവർ ഞായറാഴ്ച നോക്കി വെച്ചത്. എന്നാലെങ്കിലും ഇവരൊന്ന് ഒഴിവാകുമല്ലോ എന്നോർത്ത്. പക്ഷേ പ്രമാണത്തിന് വേണ്ടി പിടിച്ചു നിന്നതുകൊണ്ട് ചില നാളുകൾക്ക് മുൻപ് അടുത്തൊരു കല്യാണം ഞങ്ങളുടെ വീട്ടിൽ നടന്നപ്പോൾ ആദ്യം ഫോണിൽ വിളിച്ചത് എന്നെയാ. നിനക്ക് ഫ്രീ ഉണ്ടോ കല്യാണത്തിനൊന്ന് കൂടാൻ? ഞാൻ ചോദിച്ചു. അത് പിന്നെ ചോദിച്ചാൽ പോരെ, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പോവാ. ഹലോ, പുസ്തകം എടുത്തേച്ച് പുസ്തകത്തിനനുസരിച്ച് നിൽക്കാമെങ്കിൽ പിണങ്ങിയവർ നിന്നെ തിരിച്ചു വിളിക്കും. വേണ്ടെന്ന് പറഞ്ഞവർ മടങ്ങി വരാൻ പറയും. ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ അത് വിളിച്ചു പറയുന്നത്. ചിലതിനോട് ദൈവം സംസാരിക്കുക. യേശുവിന്റെ നാമത്തിൽ ആരും പറഞ്ഞാൽ കേൾക്കാത്ത ചിലരോട് ദൈവം ഇന്ന് സന്ധ്യയിൽ സംസാരിക്കുന്നു എന്ന് ദൈവാത്മാവനോട് പറയുന്നു. കല്യാണത്തിന് ചെന്നു. കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മച്ചൻ എന്നോട് പറഞ്ഞു, എൻ്റെ മോൻ്റെ കല്യാണമാ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള തിരുമേനിമാരെല്ലാം വന്നിട്ടുണ്ട്, ഉപദേശിമാരും അച്ഛന്മാരും എല്ലാം ഉണ്ട്. അമ്മാച്ചൻ എൻ്റെ കയ്യെ പിടിച്ചു പറഞ്ഞു, എൻ്റെ മോൻ്റെ കല്യാണത്തിന് പ്രാർത്ഥിച്ചിറങ്ങുന്നത് ഷീലയാ. ഹലോ, ഞാൻ പറഞ്ഞു പറ്റത്തില്ല, തല നിൽക്കുമ്പോൾ വാലാടണ്ട, ആര് നിന്നാലും എനിക്ക് കുഴപ്പമില്ല, നീ പ്രാർത്ഥിച്ചേ എൻ്റെ മോൻ ഇറങ്ങും. വില കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ 40 കൊല്ലം മുമ്പ് വേദനിക്കപ്പെട്ട കുടുംബത്തിൽ തലമുറയുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നെങ്കിൽ ഓർക്കുക, വില മുടക്കിയ പിതാക്കന്മാരുടെ കണ്ണുനീരുണ്ട്. മടങ്ങി വരിക. വാഗ്ദത്തം തന്ന ദൈവം വിശ്വസ്തരാ. പറഞ്ഞിട്ടുണ്ടേ നിവർത്തിച്ചിട്ടേ പോവുള്ളൂ. ഇടിച്ചു വാരിക്കൂട്ടി മോർച്ചറി കൊണ്ടുവച്ചാലും ദൈവം പറഞ്ഞ വാഗ്ദത്തം തീർന്നില്ലേ മരിക്കത്തില്ല. ഹല്ലേലൂയ. അയ്യോ, ഒരാൾ മരിച്ചല്ലോ, മരിച്ചോട്ടെ, അവരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം തീർന്നെങ്കിൽ അവർ മരിക്കും. പക്ഷേ നിന്നോടുള്ളത് തീരാ, നീ പോവിയല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് നീ വിളിച്ചു പറയണം. നീ വിളിച്ചു പറയണം. നിന്നോടുള്ള വാഗ്ദത്തങ്ങൾ കണ്ടിട്ട് ദൈവം പറഞ്ഞ അവസാനത്തെ വാഗ്ദത്തങ്ങളും കണ്ണുകൊണ്ട് കണ്ടിട്ടേ പോകത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അത് വിശ്വസിച്ച് പറയുന്നേ. ക്യാൻസറിനെ പേടിക്കുന്ന എന്തിനാ? ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഏത് രോഗം വന്നാലും അതിൻ്റെ മേൽ അധികാരമുള്ളൊരു ദൈവമില്ലേ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിന്നെ അലട്ടുന്ന രോഗത്തിൻ്റെ ബന്ധനം ഇപ്പോൾ അഴിഞ്ഞു മാറുകയാ. യേശുവിൻ്റെ നാമത്തിൽ അത് അഴിയുകയാ. രോഗബന്ധനത്തെ അഴിക്കാൻ അധികാരമുള്ളവൻ വെളിപ്പെട്ടിട്ടുണ്ട്. ഓ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഓറി ബാബാ ബാബാ. ദൈവത്തിൻ്റെ വാഗ്ദത്തം സ്ഥിരമാണെന്നായി പറഞ്ഞത്. അപ്പോൾ യോശുവയോട് പറഞ്ഞു, ഹായി പട്ടണം, അതിലെ രാജാവ്, ജനങ്ങൾ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. ഓക്കെ,
18 വാക്യം. യോശുവയുടെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 18 വാക്യം. അപ്പോൾ യഹോവ യോശുവയോട്, ആ നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നരുളി ചെയ്തു. ഒന്ന് ശ്രദ്ധിക്കണേ, ഹായി പട്ടണത്തെ തന്നിരിക്കുന്നല്ലേ പറഞ്ഞേ, പിന്നെ ഒരു വില മുടക്കേണ്ട കാര്യമുണ്ടോ? യോശുവയോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള കുന്തം ഹായിക്ക് നേരെ ഏന്തുക, ഞാനത് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. വാഗ്ദത്തം ശരിയാ, പക്ഷെ അതിനു വേണ്ടി നീ വില മുടക്കണം. വെറുതെ വാഗ്ദത്തം വാ എന്ന് പറഞ്ഞാൽ വരികയല്ല. കുത്തിയിരുന്ന് കരയേണ്ടി വരും, ഉപവസിക്കേണ്ടി വരും, നിലമ്പാട് വീണ് ഉരുണ്ട് കരയേണ്ടി വരും. വീടിനകത്ത് ചിലപ്പോൾ മറ്റാരും കാണാതെ ദിവസങ്ങൾ നിന്റെ കണ്ണുനീർ ഒഴുകി നടക്കുന്നത് കാണേണ്ടി വരും. ഇതൊക്കെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ആത്മീക ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് ദീർഘവർഷങ്ങൾ മുതൽ അനേക ദൈവദാസന്മാരിലൂടെ പറഞ്ഞു, നിന്നെ ഞാനൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കുകയാ. ലോകപ്രകാരമുള്ളൊരു ജോലിക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടുന്ന് ലഭിക്കാതെ മടങ്ങി വന്നു, കരഞ്ഞു. ഒരു കമ്പനിയുടെ വാതിക്കൽ ജോലി തരാമെന്ന് പറഞ്ഞ് 3 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ജോലി തരില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കരഞ്ഞു, കർത്താവേ ഈ 3 വർഷം കളഞ്ഞല്ലോ. കർത്താവിനോട് പറഞ്ഞു, ഒരു കമ്പനിക്കകത്തിരുന്ന് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്ന ഒരാളായിട്ടല്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്, അനേക രാജ്യങ്ങളിൽ നീ എൻ്റെ നാവായിരിക്കണമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എൻ്റെ വാഗ്ദത്തം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതല്ലേ ചുമ്മാതിരിക്കാം. ഇല്ല, അന്ന് തുടങ്ങി ജാഗരിക്കാനും പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും. എത്ര പ്രാവശ്യം നീണ്ട ഉപവാസങ്ങൾ എടുത്തെന്ന് എനിക്കറിയില്ല. പ്രാർത്ഥനാമുറി കണ്ണുനീരോളം വെട്ടുന്ന നിലയിൽ അനേക ദിവസങ്ങൾ കരഞ്ഞത് ഞാൻ ആത്മാവിൽ ഓർക്കുകയാണ്. അതിൻ്റെ പിൻപിൽ കിടക്കുന്നൊരു കാര്യം പറയാം. എൻ്റെ മാതാവ് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ 2 പെൺമക്കളും സുവിശേഷ വേലക്കാരാകണം. എൻ്റെ അമ്മ മരിച്ചിട്ട് 36 വർഷം കഴിഞ്ഞു. ഒരിക്കലും ഒരു സ്ത്രീ പ്രസംഗിക്കുന്നത് എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പ്രാർത്ഥന ഫിക്സഡ് ഡിപ്പോസിറ്റാ. അതിന് പലിശയും കൂട്ടുപലിശയും കൂടെ വന്നപ്പം ഇവിടെ വരെ എത്തി. മനസ്സിലാകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ആരംഭിച്ചോ. നീ പ്രതീക്ഷിക്കാത്ത പലതും, നിന്റെ ചിന്തയിൽ വരാത്ത പലതും പ്രാർത്ഥനയുടെ മറുപടിയായി ചെയ്യാൻ ദൈവം റെഡി. ദൈവം റെഡി. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥനയ്ക്കുള്ള വിഷയം കിട്ടി. ഈ പട്ടണവുമല്ലേ ഏൽപ്പിച്ചേക്കുവാന്ന് പറഞ്ഞപ്പം ഇനി സുഖമായിട്ട് ഉറങ്ങാമല്ല. യോശുവയോട് പറഞ്ഞ കുന്തമെടുത്ത് കൈ പിടിച്ചിട്ട് നിനക്ക് ലഭിക്കാനുള്ള പട്ടണത്തിന് നേരെ ഏന്തിക്കോളാൻ പറഞ്ഞു. ഞാൻ നിങ്ങളോട് അതിൻ്റെ പ്രാക്ടിക്കലായൊരു കാര്യം പറയാം. കുന്തമെന്ന് പറഞ്ഞ സാധനം ഒരു ഇരുമ്പ് കഷ്ണമാണ്. വീട്ടിൽ ചെന്ന് വെച്ചൊരു വെട്ടുകത്തി എടുത്ത് കൈ പിടിച്ചിങ്ങനെ നിൽക്കണം കുറച്ച് നേരം. എത്ര നേരം നിൽക്കും? കൊളസ്ട്രോൾ കൂടിയിട്ട് വെട്ടുകത്തിയും താഴെ പോവും, കൈയും താഴെ. ഈ മനുഷ്യനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാം, പക്ഷേ നീ ആ കുന്തമേന്തണം. പ്രാർത്ഥനയാകുന്ന കുന്തമേന്തണം. മനസ്സിലാകുന്നുണ്ടോ? അല്പം സ്ട്രെയിൻ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടി വരും. മറ്റുള്ളവരൊക്കെ ഉറങ്ങുമ്പം പ്രാന്തിയെപ്പോലെ നടന്ന് കരയേണ്ടി വരും. പെരയ്ക്കകത്തൂടെ ഓടി നടന്ന് കർത്താവേ മറുപടി തരാതെ ഞാൻ നിന്നെ വിടില്ല. ഇന്നത്തെ പ്രതിസന്ധി മാറാൻ മാത്രമല്ല, നിന്റെ വാഗ്ദത്തം നിറവേറാനും കൂടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. കുന്തം ഇങ്ങനെ ഏന്തി നിൽക്കുക. 24-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കാവോ? 8-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന് ഹായി പട്ടണക്കാരെ ഒക്കെയും വെളിംപ്രദേശത്ത് മരുഭൂമിയിൽ വെച്ച് കൊന്നു തീർക്കുകയും അവർ ഒട്ടൊഴിയാതെ എല്ലാവരും വാളിന്റെ വായ്ത്തലയാൽ വീണൊടുങ്ങുകയും ചെയ്ത ശേഷം ഇസ്രായേലരൊക്കെയും ഹായിയിലേക്ക് മടങ്ങിച്ചെന്ന് വാളിന്റെ വായ്ത്തലയാൽ അതിനെ സംഹരിച്ചു. 26-ാമത്തെ വാക്യം. ഹായി പട്ടണക്കാരെ ഒക്കെയും നിർമൂലമാക്കും വരെ കുന്തം ഏന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. കേട്ടായിരുന്നോ? ഒന്നുകൂടെ ഒന്ന് വായിച്ച് സഹായിക്കാവോ? ഹായി പട്ടണക്കാരെ ഒക്കെയും നിർമൂലമാക്കുന്നത് വരെ കുന്തമേന്തിയ കൈ യോശുവ പിൻവലിച്ചില്ല. അർത്ഥം മനസ്സിലായവര് ദൈവത്തെ സ്തുതിക്കണം കേട്ടോ. ഒരു പട്ടണത്തിലെ മുഴുവൻ ജനത്തെ നിർമൂലമാക്കണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? അപ്പൊ എത്ര മണിക്കൂർ കുന്തമേന്തിയ കൈയുമായി യോശുവ നിന്നു? മനസ്സിലാകുന്നുണ്ടോ? ദൈവം തന്ന വാഗ്ദത്തം സ്ഥിരമാണെങ്കിലും നീ വില മുടക്കാതെ
കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാതെ മറുപടി കയ്യിലെത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ദൈവം തന്ന വാഗ്ദത്തങ്ങളുടെ മേൽ ഇത്രയും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇത്രയും ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചവരിവിടെ ഉണ്ടെങ്കിൽ മറുപടി ഉറപ്പാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വിഷയം ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഭാരമായി തന്നാൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. എപ്പോൾ വരെ? മറുപടി കയ്യിൽ കിട്ടുന്നത് വരെ, കണ്ണിൽ കാണുന്നത് വരെ, തമ്പുരാന്റെ ഹിതം നിവർത്തിക്കുന്നത് വരെ, ദേശങ്ങൾ വിടുവിക്കപ്പെടുന്നത് വരെ, ദേശങ്ങൾ യേശുവിന്റെ നാമം ഉയരുന്നത് വരെ, സാത്താന്യ കോട്ടകൾ തകർന്നു വീഴുന്നത് ആത്മാവിൽ തിരിച്ചറിയുന്നത് വരെ പ്രാർത്ഥന നിർത്താൻ ഭക്തന് അവകാശമില്ല. യേശുവിന്റെ നാമത്തിൽ ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ഇവൻ തന്റെ പദ്ധതി മുടക്കിക്കളയും. ഞാൻ ആഫ്രിക്കയിൽ പോയൊരു മിഷണറിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കാൻ ചെന്ന സ്ഥലത്ത് അരയ്ക്ക് താഴേക്ക് തളർന്ന ഒരു സ്ത്രീ കിടപ്പുണ്ട്. ഈ ദൈവദാസനോട് പ്രാർത്ഥിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പറയാനുള്ള വാക്യങ്ങളൊക്കെ കരുതി വെച്ച് ഭയങ്കര കാര്യമായിട്ട് അങ്ങ് ചെല്ലുമ്പോൾ ആ സഹോദരി പറഞ്ഞ്, ഇരുന്നാട്ടെ, ആഫ്രിക്കയിലുള്ള സ്ത്രീയാ, അമേരിക്കയിൽ നിന്ന് വന്ന മിഷണറിയാ, ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു. ആ സ്ത്രീയുടെ സാക്ഷ്യം കേട്ടപ്പം മിഷണറി പേടിച്ചു പോയി. എന്താണെന്നറിയാവോ? ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ കിടക്കയിൽ കിടന്ന് ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ശുശ്രൂഷ ചെയ്യുക. മിഷണറിക്ക് മനസ്സിലായില്ല. മിഷണറിയോട് ആ സ്ത്രീ പറഞ്ഞു, ആ മേശപ്പുറത്തിരിക്കുന്ന ബുക്കിങ് എടുക്കാൻ പറഞ്ഞു. ബുക്കെടുത്തു, തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോൾ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്ന ബുക്കാണ്. ഒന്നാമത്തെ ലൈനിൽ 4 കോളമായിട്ട് വരച്ചിരിക്കുക. ഒന്നാമത്തെ ലൈനിൽ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞവരുടെ പേര്, അരയ്ക്ക് താഴെ തളർന്നവരുടെ കാര്യമായി പറഞ്ഞ്. രണ്ടാമത്തെ കോളത്തിൽ അവരുടെ പ്രാർത്ഥനാ വിഷയം. മൂന്നാമത്തെ കോളത്തിൽ എന്ന് പ്രാർത്ഥന ആരംഭിച്ചു എന്നുള്ള ഡേറ്റ്. നാലാമത്തെ കോളത്തിൽ മറുപടി ലഭിച്ച ഡേറ്റ്. മനസ്സിലായോ? ആരോഗ്യമുള്ളപ്പം, അവസരമുള്ളപ്പം പ്രാർത്ഥിക്കാൻ സമയമില്ല. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ 200 മിഷണറിമാർക്ക് വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കുക. ഹലോ, ഇന്ന് രാത്രിയിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ വിളിച്ച ചിലർ ഇതിനകത്തുണ്ട്. അലസമായി വിചാരിച്ച് ഡൺലപ്പേ കിടന്നുറങ്ങിയാൽ ദൈവം സുഖങ്ങളെ മാറ്റും. സുരക്ഷിത മേഖലകൾക്ക് മാറ്റം വരുത്തി നിന്നെ പ്രാർത്ഥനാമുറി കൊണ്ടെത്തിക്കും. രാത്രി ദൂത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല, പക്ഷേ ഞാൻ പറയട്ടെ, നാം അറിയാതെ നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട്. നാം ഈ വിശ്വാസത്തിന്റെ പാതയിലേക്ക് കാലുവെച്ചതിന്റെ പിൻപിൽ പ്രാർത്ഥനയെ വില മുടക്കി അനേകരുണ്ടെന്നും മറക്കരുത്. പിതാക്കന്മാർ കഷ്ടം സഹിച്ച് പ്രമാണത്തിനു വേണ്ടി മുണ്ട് മുറുക്കി നിന്ന ഇടത്താണ് നാം ഇന്ന് ഈസി ആയിട്ടിരിക്കുന്നത്. രാത്രികളിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ തകരയിലെയും പച്ചവെള്ളവും കുടിച്ച് കർത്താവിനെ സേവിച്ച പിതാക്കന്മാർ നമുക്കുണ്ട് കേട്ടോ. നന്മകളുടെ ആധിക്യത്തിൽ പ്രാർത്ഥന മറക്കല്ലേ എന്ന് ഞാൻ നിങ്ങളുടെ കാലിൽ പിടിച്ചപേക്ഷിക്കുക. എത്ര നാളായി ഒന്ന് സ്വസ്ഥതയോടെ പ്രാർത്ഥിച്ചിട്ട്? എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ നാം എടുക്കുന്നു? നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ പിൻപിൽ പ്രാർത്ഥനയുടെ കുറവാണെന്ന് സമ്മതിക്കാൻ പറ്റുമോ? നാം ചെല്ലുന്ന ഇടങ്ങളിൽ ദൈവപ്രവൃത്തി നടക്കാത്തത് എൻ്റെ പ്രാർത്ഥനയുടെ കുറവാണെന്ന് സമ്മതിക്കാൻ എത്ര പേര് ഇതിനകത്ത് റെഡി? പ്രൈസ് ഗോഡ്. ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് സഹോദരിമാർ പ്രാർത്ഥിച്ചത്. എൻ്റെ വിശ്വാസത്തിൽ അപ്പോസ്തലപ്രവൃത്തി 12 പ്രാർത്ഥന ആദ്യത്തെ ഒരു ലേഡീസ് മീറ്റിംഗ് ആയിരുന്നു. സഹോദരിമാരെ അവിടെ കൂടുതലും പ്രാർത്ഥിച്ച്. അതുകൊണ്ടാണല്ലോ പത്രോസ് എന്ന് നിന്നപ്പം ഒരു സഹോദരി വന്ന് വാതിൽ തുറന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഹോദരിമാരുടെ കൂട്ടത്തിന് ഇത്രയും പവറുണ്ടെങ്കിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നതിൻ്റെ കാരണം എന്നാ? പ്രൈസ് ഗോഡ്. ഓരോ ബോംബാണ് ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അല്ലേ ലൂയ്യ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒക്കെ
നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേരെ ഫ്രീ കോൾ വിളിച്ച് പറയാൻ നമ്മൾ റെഡിയാ. ഇപ്പം എന്താ മിണ്ടാത്തേ? ഹല്ലേലൂയ. പ്രാർത്ഥനാമുറി സ്വർഗം നിങ്ങളെ കാണാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം ചിലത് നിങ്ങളെ ഏൽപ്പിക്കാൻ. ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടാനുള്ള ഭാരം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ രാത്രി നിങ്ങൾക്കതൊരു ഉണർവിൻ്റെ മെസ്സേജായിട്ട് തോന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന മെസ്സേജായിട്ട് വരട്ടെ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ ചിലതൊക്കെ വേണ്ടെന്ന് വെക്കണം, ചിലതൊക്കെ മാറ്റി നിർത്തണം, ചില ബന്ധങ്ങൾ പോലും വേണ്ടെന്ന് വെക്കണം. എന്നിട്ട് പ്രാർത്ഥിച്ചോ, ദൈവം ചില മറുപടികളുമായി വരിക. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് പറഞ്ഞ് ഞാൻ നിർത്തും. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഭാരം തരുമ്പോൾ മറ്റു പലതിലേക്കും ശ്രദ്ധ മാറ്റി നിൽക്കുന്ന സഹോദരി സഹോദര, പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിച്ച് കയറ്റാൻ ദൈവം റെഡിയായി നിൽക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ദൂതിൻ്റെ മുൻപിൽ തുള്ളിച്ചാടുകയും നമുക്ക് ഇഷ്ടമില്ലാത്തതെന്ന് തോന്നുന്ന ദൂതുകൾ നാം അവഗണിക്കുകയും ചെയ്യരുത്. കാരണം ദൈവം പറഞ്ഞതേ എനിക്ക് പറയാൻ പറ്റൂ. മുഖം നോക്കാതെ ദൂത് പറയാൻ പറഞ്ഞാൽ പോളിഷ് ചെയ്യാൻ എനിക്കറിയില്ല. എൻ്റെ ഓരോ മെസ്സേജിലും ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ ലാസ്റ്റ് മെസ്സേജാണ്. ഞാൻ അങ്ങനെയാണ് പ്രസംഗിക്കുന്നത്. ബാക്കി അടുത്ത പ്രാവശ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞ ഡേറ്റ് ഒപ്പിക്കുന്ന പണി നമുക്കില്ല. ഇന്ന് തമ്പുരാൻ പറഞ്ഞത് അതുപോലെ പറയുക. അയ്യോ ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, സാരമില്ല. എല്ലാ മരുന്നും ഒന്നും ആദ്യമേ നല്ല രുചിയായിട്ടല്ലല്ലോ കഴിക്കുന്നത്. ഈ പുടിൻഹാര എന്ന് പറയുന്ന ഗ്യാസ് ട്രബിളിനുള്ളൊരു ഗുളികയുണ്ട്. അതിങ്ങനെ അങ്ങ് വെള്ളം കൂട്ടി അങ്ങ് വിഴുങ്ങും. ഇവിടുന്ന് പോയി കഴിയുമ്പോഴായിരിക്കും അകത്ത് പൊട്ടുന്നത്. ഹലോ, ചിലതൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ പൊട്ടിയില്ലെങ്കിലും പോണ വഴിക്ക് പൊട്ടിക്കോളൂ. പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. പോകുന്ന വഴി പൊട്ടും, പോകുന്ന വഴി തമ്പുരാൻ പിടിക്കും, സംസാരിക്കും. മോനെ നീ ആ ദൂത് ഏറ്റെടുക്കണമെന്ന് പറയും. ആത്മീക ശുശ്രൂഷയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന പലർക്കും വേണ്ടിയും രഹസ്യ പ്രാർത്ഥനയിൽ പോരാടാൻ സഹോദരിമാരെ നിങ്ങൾ റെഡിയാകണം. ഞാനൊരു കാര്യം പറയാം. ദീർഘമണിക്കൂറുകൾ യാത്ര ചെയ്യുന്ന അഭിഷിക്തന്മാരുണ്ട്. എത്ര പേർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ട്? രാത്രികളിൽ നിങ്ങൾ സുഖമായി വിശ്രമിക്കുമ്പോൾ പലരും റോഡിലൂടെ സഞ്ചരിക്കുക. ദേശങ്ങൾക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ട് ആത്മീക ദൂതുകൾ വിളിച്ചു പറഞ്ഞ് രാത്രികളെ പകലാക്കി യാത്ര ചെയ്യുന്ന അഭിഷിക്തന്മാരെ ഒരിക്കലെങ്കിലും ഓർക്കാൻ മനസ്സുണ്ടോ? പ്രാർത്ഥനയ്ക്കൊരു ഭാരം ദൈവം തരട്ടെ. പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടിക്കയറാൻ ദൈവം ചില ഒരുക്കട്ടെ. അന്ധകാര ശക്തികൾ നിങ്ങളെ ഭയപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ചിലത് നടക്കാൻ പോകുന്നു. ഇന്ന് പലരും പാപത്തിൽ രസിക്കുന്നു, വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ആരുടെ തെറ്റ്? എൻ്റെ തെറ്റെന്ന് പറയണം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. വിഷയത്തിൻ്റെ മറുപടി ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കുക. പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ചൊരു ഭക്തനെ ഒന്ന് തൊട്ടിട്ട് ഞാൻ ഈ സന്ദേശം നിർത്താം. പഴയ നിയമത്തിൽ പ്രാർത്ഥിച്ചൊരു ഭക്തനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് മൊർദെഖായി. നമുക്കറിയാം എന്താ മൊർദെഖായി പ്രാർത്ഥിച്ച്? യഹൂദ ജനത്തിൻ്റെ നിങ്ങൾക്കറിയാം വിടുതലിന് വേണ്ടിയാ. ഒറ്റ നോട്ടത്തിൽ ഒരു കൂട്ടം ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ആ മനുഷ്യൻ പ്രാർത്ഥിച്ച്. പക്ഷേ ദൈവവചനം പഠിക്കുന്നവർക്കൊരു കാര്യം മനസ്സിലാവും. ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് ആത്മീക ദർശനത്തോടെയാണ്. ഹല്ലേലൂയ. സാധാരണ ഒരു പ്രാർത്ഥനയല്ല അദ്ദേഹം പ്രാർത്ഥിച്ച്. കൊട്ടാരത്തിനകത്ത് ജോലി ചെയ്യുന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിച്ചാൽ പോരെ? യൂണിഫോമുണ്ട്, കൊട്ടാരത്തിൻ്റെ വാതിക്ക് സീറ്റുണ്ട്, കൊട്ടാരം ചെലവിന് തരുന്നുണ്ട്. സ്വന്തം കാര്യം നോക്കി കോഴി ചകണ പോലെ എനിക്കും മക്കൾക്കും എന്നും പറഞ്ഞ് ജീവിക്കാനുള്ള ആനുകൂല്യം ഇല്ലേ? പിന്നെന്താ ഇതിനിടയ്ക്കൊരു പ്രാർത്ഥനാ ഭാരം? രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഇടപെടുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രൈസ് ഗോഡ്. നിങ്ങൾ സ്വോത്രം ഒന്നും പറയണ്ട, പക്ഷേ എനിക്കറിയാം. ആര് എന്നെതിര് പറഞ്ഞാലും മൊർദെഖായിക്കെതിരെ ഒന്നും ഏശുന്നില്ല. കാരണം പ്രാർത്ഥന അത്ര പവറല്ലേ. ഹല്ലേലൂയ. ഈ മൊർദെഖായി രാജാവിൻ്റെ പടിവാതിൽക്കിരിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു വാർത്ത കേട്ടു. എന്താ വാർത്ത? ശൂശൻ പട്ടണം കലങ്ങി. 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല. ശൂശൻ പട്ടണമോ കലങ്ങിപ്പോയി. ഈ വാർത്ത തൻ്റെ ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ താൻ ആദ്യം ചെയ്തത് തൻ്റെ ഡ്രസ് കോഡ് മാറ്റി. മനസ്സിലായോ?
എത്ര പേർക്ക് മനസ്സിലായി? കൊട്ടാരത്തിലെ യൂണിഫോം ഇട്ട മനുഷ്യൻ അതങ്ങോട്ട് മാറ്റിയച്ച് ചാക്കെടുത്ത് അങ്ങ് കൊടുത്തു. തൻ്റെ വീട്ടിലെ എന്തെങ്കിലും കുറവ് കൊണ്ടാണോ? അല്ല. ചാക്കെടുത്ത് ഉടുത്തേച്ച് ഇത്രയും പൊസിഷനുള്ള മനുഷ്യൻ പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ഒരു ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ പട്ടണത്തിലെ ഒരു ഉദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയായ നിങ്ങൾക്ക് ദൈവം ഒരു ഭാരം തന്നാൽ ബാംഗ്ലൂർ പട്ടണത്തിന് നടുവിൽ നിന്ന് അത്യുച്ചത്തിൽ നിലവിളിക്കാൻ പറ്റുമോ? പൊസിഷനൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെ പറ്റുന്നില്ല. അന്നേരം എന്താ മൊർദെഖായി നിനക്കിത്ര ആത്മഭാരം? അത് പറയാനാ വരുന്നേ. ഞാൻ മൊർദെഖായിയോടൊന്ന് സംസാരിച്ചു. എന്താ ഇതിൻ്റെ കാരണം? നിനക്കുള്ള ഡ്രസ്സ് വിട്ട് മര്യാദയ്ക്ക് കൊട്ടാരത്തിൽ പണി ചെയ്താൽ പോരെ, നീ എന്തിനാ ഇതിന് പോയത്? ഇത് കേട്ടപ്പോഴത്തേക്കിന് എസ്തർ ഒരു ജോഡി പുതിയ വസ്ത്രം കൊടുത്തു വിട്ടു. എൻ്റെ ചിറ്റപ്പൻ അങ്ങനെ ഇരിക്കാൻ പാടില്ല, ഇട്ടോണ്ടിരിക്കുക. മൊർദെഖായി ഒട്ടും മടിച്ചില്ല. ഡ്രസ്സ് അതുപോലെ അവൾക്ക് കൊണ്ട് കൊടുത്തരാം, അവൾ അതുകൂടി ഇട്ടോട്ടെന്ന് പറഞ്ഞു. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാകാഞ്ഞിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നേ? ഹല്ലേലൂയ. ഡ്രസ്സ് എനിക്ക് വേണ്ട, എൻ്റെ അകത്ത് ഭാരം കയറി, പട്ടണം കലങ്ങി, ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടാൻ പോകുക, എനിക്ക് കരഞ്ഞേ പറ്റൂ. കരഞ്ഞു. ഞാൻ മൊർദെഖായിയോട് ചോദിച്ചപ്പോൾ മൊർദെഖായി പറഞ്ഞ മറുപടി, ഈ യഹൂദാ ജനം കാണുന്നത് ജനത്തിൻ്റെ നാശം മാത്രമാണ്. പക്ഷേ ഞാൻ കാണുന്നത് ചില വർഷങ്ങൾ കഴിയുമ്പോൾ മശിഹ ഭൂമിയിൽ വരാനുള്ള ജനമാണ് യഹൂദാ ജനം. അവരെ നശിപ്പിച്ചാൽ എൻ്റെ മശിഹ ലോകത്തിൽ വരികയില്ല. പ്രാർത്ഥനാമുറി ദർശനമുള്ളൊരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊരു ആമേൻ പറയാവോ? ഒരു സ്തോത്രം പറയാവോ? ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, കാര്യങ്ങളെ ചെറുതായി കാണാതെ ദീർഘദൃഷ്ടിയോടെ കണ്ട് പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? മശിഹ ഭൂമിയിൽ വരാതിരിക്കാൻ അന്ന് തുടങ്ങിയതാ പിശാചിന്റെ പണി. അത് പ്രാർത്ഥനാമുറി ദർശനം കണ്ട മനുഷ്യൻ അതിനെതിരെ പ്രാർത്ഥിക്കുക. ശൂശൻ പട്ടണത്തിൻ്റെ കലക്കം കണ്ട് പ്രാർത്ഥിച്ചെങ്കിൽ ശൂശൻ പട്ടണത്തിൻ്റെ വിടുതൽ കാണുന്നത് വരെ പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം കൂടെ പറയാം. പ്രാർത്ഥന ശക്തമായപ്പോൾ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചവനെ സ്വർഗം മാനിച്ചു. വേദപുസ്തകം അറിയാവുന്നവരോടായോണ്ടാണ് ഞാൻ ഇങ്ങനെ വായിപ്പിക്കാതൊക്കെ പറയുന്നത്. അതെന്താ അതിൻ്റെ അർത്ഥം? ഈ മനുഷ്യനെ മാനിക്കുവാൻ എന്താ ചെയ്യേണ്ടതെന്ന് കൊട്ടാരത്തിനകത്ത് രാജാവിന് തോന്നി. വാതുക്ക വന്ന് നിൽക്കുന്നത് കഴുകുമരത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് തൂക്കാനുള്ള ആളാ. മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നവനെതിരെ കഴുകുമരം പണിതാൽ അവൻ തന്നെ തൂങ്ങും, അവൻ തന്നെ തൂങ്ങും. പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ തൂക്കാൻ പറ്റില്ല. നിന്റെ നാവ് കൊണ്ട് തന്നെ ഹാമാനെ പ്രാർത്ഥിക്കുന്നവനുള്ള മാന്യത ഞാൻ കൊടുക്കും. ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ പേരിൽ നിന്നെ മാറ്റി നിർത്തിയവർ, നീ കൂട്ടായ്മയ്ക്ക് പോകുന്നതിന്റെ പേരിൽ നിന്നെ തള്ളിക്കളഞ്ഞ കുടുംബക്കാർ നിനക്കെതിരെ വിധിച്ചത് അവരിലേക്ക് തിരിയും. പക്ഷെ അവരുടെ നടുവിൽ ദൈവം നിന്നെ മാന്യതയോടെ നിർത്തും. എത്ര പേർക്ക് ആ മാന്യത ലഭിച്ചിട്ടുണ്ട്? ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. കഴിഞ്ഞ നാളുകളിൽ സകലതും നഷ്ടപ്പെട്ടെന്ന് തോന്നിയ സ്ഥാനങ്ങളിൽ മാന്യതയോടെ നിർത്തിയ ദൈവത്തിന് ഈ രാത്രി ഒരു നന്ദി പറയാൻ പറ്റുമോ? മൊർദെഖായി പ്രാർത്ഥിച്ച് മൊർദെഖായിക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. പ്രാർത്ഥിച്ചവനെ മാനിക്കുന്ന ഒരു സ്ഥലം സ്വർഗം മാത്രമാണ്. നമ്മുടെ സാധാരണ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചാൽ അറിയുന്ന പോലുമില്ല ആരാ പ്രാർത്ഥിച്ചത്. ചെന്ന് നമുക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു വെച്ച് പോരുക, പക്ഷെ അറിയുന്നില്ല. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ നിങ്ങളെയും നിങ്ങൾ അവനെയും അറിഞ്ഞു എന്നുള്ളതാണ്. ഗലാത്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ അവനെ അറിഞ്ഞു എന്നുള്ള സത്യം, പക്ഷേ അതിനേക്കാൾ മുമ്പേ നിങ്ങളെ അവൻ അറിഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് വരെ അറിഞ്ഞ ഒരു ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവജനമേ, പ്രാർത്ഥനയും അടുത്തു പോകരുത്. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ചില അത്ഭുതങ്ങൾ നിന്റെ കുടുംബത്തിൽ 2019 വെളിപ്പെടാൻ പോകുക. അതിനെ മാറ്റിക്കളയാൻ ഒരു ഹാമാന്റെ ശക്തിക്കും ഒരു പാരമ്പര്യത്തിനും കഴിയില്ല.
ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ ചില മറുപടികൾ പറയാൻ ഇനി സമയമുണ്ട്. ഒന്നാമത്, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ പത്രോസ് ഉറങ്ങി. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ഉറങ്ങും. പത്രോസിനോട് ചോദിച്ചാ എന്താ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുവാണോ വേണ്ടേ? പുള്ളി ചോദിച്ചു, പിന്നെ ഈ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഞാൻ എന്നെ ഉറങ്ങണം? വാള് തൂങ്ങി കിടക്കുന്നു, നാളെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്താൻ പോകുന്നു, ശിക്ഷ എന്താണെന്ന് അറിയത്തില്ല, യാക്കോബിനെ കൊന്നു, എൻ്റെ അവസ്ഥ എന്നാന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് പേടിച്ച് ഉറങ്ങാതെ. നമ്മളാണെങ്കിൽ ഒരാഴ്ചയായിട്ട് ഉറങ്ങൂല. പുള്ളിയോട് ചോദിച്ചാൽ എന്താ ഉറങ്ങിയേ? ഞാൻ അങ്ങനൊന്നും തീരത്തില്ല. ഹല്ലേലൂയ. അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആ മനുഷ്യൻ തൻ്റെ ശരീരത്തിലേക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവ് ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്താ? നീ യൗവനക്കാരനായിരിക്കുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നിനക്ക് പോകാം. എന്നാൽ നീ വയസ്സനായ ശേഷമോ? ഞാൻ വയസ്സനായിട്ടില്ല, എൻ്റെ മുടി നരച്ചിട്ടില്ല. ഹലോ, പുള്ളി ഡൈ ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, നരച്ചിട്ടില്ലെന്നേ. വാഗ്ദത്തം ലഭിച്ചവൻ അറിയാം അത് കഴിയാതെ പോകത്തില്ലെന്ന്. വാളെത്ര തൂങ്ങി നിന്നാലും എന്നോട് പറഞ്ഞത് പൂർത്തിയാക്കാതെ പോകില്ലെന്ന് ഉറപ്പുള്ളവൻ പ്രതിസന്ധിക്കകത്ത് ഉറങ്ങും. കൂടെയുള്ളവർ ആദ്യം പിടിച്ച് കിടക്കുക, അയ്യോ എന്താ സംഭവിക്കുന്നേ? അവൻ പറയും, എനിക്കിത് വിഷയമല്ല, എന്നോട് തമ്പുരാൻ പറഞ്ഞ ദൂത് നിവർത്തിക്കാനുണ്ട്, ഞാൻ വയസ്സനായിട്ടേ ഈ ലോകം വിട്ടു പോവുള്ളൂ. പ്രാർത്ഥനയുടെ മറുപടിയായി പത്രോസ് ഉറങ്ങി. ആരെന്തുപദ്രവിക്കാമെന്നാലും അവനൊരു പേടിയില്ല. കാരണം ഞാൻ തീരത്തില്ലല്ലോ, ഞാനിപ്പോൾ തീരെയല്ല. ഉറപ്പുണ്ടോ? അതോ കൂടെ കൂടെ പിശാചി വന്നേച്ച് നീ മരിക്കും കേട്ടോ, നീ തീർന്നു. സത്യം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങരുത്, മരിക്കും, എല്ലാവരും മരിക്കും. നമ്മൾ വിചാരിക്കുക എൻ്റെ അപ്പുറത്തേ ഇരിക്കുന്ന ആളും മരിക്കും, ഇപ്പുറത്തേ ഇരിക്കും. ഞാൻ മരിക്കുകയല്ല, വെറുതെയാ, നിങ്ങൾ മരിക്കും. അതാരും പറയണില്ല. പക്ഷേ പറഞ്ഞത് നിവർത്തിയാകാതെ മരിക്കില്ല. പറഞ്ഞത് തമ്പുരാനാണെങ്കിൽ അത് നിവർത്തിപദത്തിൽ വരാതെ മരിക്കില്ല. അതുകൊണ്ട് പത്രോസ് ശാന്തമായി ഉറങ്ങി. രണ്ടാമത്തെ സംഭവം എന്നാ? നിങ്ങൾ വായിച്ചിട്ടുള്ളവർ പറയാവോ? അറയിൽ വെളിച്ചം പ്രകാശിച്ചു. കൂരിരുട്ടിൻ്റെ നടുവിൽ പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി ദൈവം വെളിച്ചം പകരാൻ പോവാ. ഇതുവരെ ഇരുട്ടിനകത്തിട്ട് നിന്നെ നിന്റെ കുടുംബത്തെയും വട്ടം കറക്കിയ പൈശാചിക ശക്തികളോട് പറയണം, പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ആ ഇരുട്ടിനകത്തേക്കൊരു വെളിച്ചമിറങ്ങി വരിക. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ നോക്കി, മുൻവിധി പറഞ്ഞവരുടെ മുൻപിൽ നീ വിളിച്ചു പറ, ഇല്ല, ഇന്ന് എനിക്കൊരു വെളിച്ചം പ്രകാശിക്കുക, എൻ്റെ കുടുംബത്തിനകത്ത് എൻ്റെ ഇരുട്ട് മാറാൻ പോകുക. പിശാചിനെ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുക, പക്ഷേ ദൈവം നിന്നെ വെളിച്ചത്തിലാക്കാൻ പോവുക. നിന്റെ ജീവിതത്തിലെ ഇരുട്ട് മാറുന്ന ദിവസങ്ങളായത് കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചില കുടുംബങ്ങളുടെ ഇരുട്ട് മാറാൻ പോവുക. വർഷങ്ങളായി കിടക്കിയ ഇരുട്ടിനകത്ത് പാകപ്പെടാതെ കിടക്കുന്ന ചില ഇരുട്ടുകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് മാറുക. കുടുംബജീവിതത്തിലെ ഇരുട്ട് മാറട്ടെ, ശുശ്രൂഷയിലെ ഇരുട്ട് മാറട്ടെ, സാമ്പത്തിക മേഖലയിലെ ഇരുട്ട് മാറട്ടെ. ശത്രു വെച്ച പദ്ധതികൾ തകരുവാൻ ഈ രാത്രി ആത്മാവിൽ ആരാധിച്ചോ. ഷമാര ഹദ്ദുന അന്തൽ കമന റിഗന അടഗര ഗഷ റബി കമന. ഹല്ലേലൂയ. ഇരുട്ട് മാറിയാൽ നിന്റെ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ചില ഇരുട്ടുകൾ വർഷങ്ങളായി മാറത്തില്ലെന്നൊക്കെ പ്രവാചകന്മാർ പോലും പറഞ്ഞു കാണും. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഈ 40 ദിവസത്തെ പ്രാർത്ഥന ചില കുടുംബങ്ങളുടെ മേലുള്ള ഇരുട്ട് മാറുന്ന ദിവസങ്ങളാണ്. അതൊരു അഭിഷിക്തൻ തലേ കൈവെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നീ വിശ്വസിച്ചോണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ ചിലത് തന്നെ അഴിയുകയാണ്. യെസ്, ചില ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങളെ ഒതുക്കി വെക്കുന്ന ചില ഇരുട്ടുകൾ യേശുവിൻ നാമത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്
സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ കൊണ്ടുവന്നാക്കിയിരിക്കുകയല്ലേ. സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ഇരുട്ടിനകത്താ കാട്ടുമൃഗം എഴുന്നേക്കുന്നത്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാനാ. ഇരുട്ട് നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നിനക്കെതിരെ അലറാൻ ചില കാട്ടുമൃഗങ്ങളെ പിശാച് അപ്പോയിന്റ് ചെയ്തു. എന്നാൽ അതിനെ ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. സൂര്യൻ ഉദിക്കുമ്പോൾ അവ തങ്ങളുടെ ഗുഹകളിലേക്ക് മടങ്ങും. നീതി സൂര്യൻ ഉദിക്കാൻ, വെളിച്ചം പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ നിനക്കെതിരെ അലറിയ ചില സിംഹങ്ങളുടെ അലർച്ച നിന്നിട്ട് യെസ് യെസ് നിന്റെ കുടുംബത്തിന് നേരെ അലറുന്ന ബാലസിംഹങ്ങളുടെ ഒച്ച കേട്ട് നീ ഭയന്നിരിക്കുകയാണോ? ഓ ഈ ബാലഭാഷന്തര, ഇതുവരെ അലറാത്ത ചിലത് നിനക്ക് നേരെ നോക്കി അലറുകയാ. നിന്റെ ശുശ്രൂഷയെ ബന്ധിക്കാൻ, നിന്റെ മുന്നേറ്റത്തെ തടയുവാൻ, നിന്റെ ആത്മീയ ജീവിതത്തെ ശേഷം മനുഷ്യരെ പോലെയാക്കാൻ നിനക്കെതിരെ അലറുന്ന ചില ബാലസിംഹങ്ങളുടെ അലർച്ച കേട്ട് നീ അകത്തേക്ക് ഒതുങ്ങരുത്. നീ വിശ്വാസത്തോടെ പറയണം, എൻ്റെ വെളിച്ചം പ്രകാശിക്കാൻ പോവുക, എൻ്റെ വെളിച്ചം പ്രകാശിക്കാൻ പോകുക. ഇന്ന് രാത്രി നിനക്കെതിരെ അലറുന്ന സിംഹത്തെ അല്ല നീ കാണേണ്ടത്. അലറുന്ന സിംഹത്തിൻ്റെയും നിന്റെയും നടുവിൽ നിൽക്കുന്ന യഹൂദാ ഗോത്രത്തിലെ സിംഹത്തെ കാണണം. അവൻ ഉള്ളിടത്ത് ഒരു സിംഹവും അനങ്ങത്തില്ല. ദൈവത്തിന്റെ വലിപ്പം അറിഞ്ഞാൽ മറ്റൊരു സിംഹത്തിനും അവിടെ പ്രസക്തിയില്ല. നീ ആരാധിക്കുന്ന ദൈവം അവൻ സാധാരണക്കാരനല്ല. ദൈവാത്മാവിനെ ഓർപ്പിച്ചൊരു കാര്യം പറയാം. ഈ യഹൂദാ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, അവൻ ഒന്നിനും വഴിമാറാത്ത സിംഹമാ. നിനക്കെതിരെ പ്രതിസന്ധി വരുമ്പം ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് മാറുന്നൊരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നേ. നിനക്ക് വേണ്ടി വെളിപ്പെട്ട് നിന്റെ നേരെ അലറി നിൽക്കുന്ന ഓ ബാലസിംഹത്തിന്റെ ശക്തിയെ തകർത്തു കളയാൻ അധികാരമുള്ളൊരു ദൈവം. അവന്റെ ശക്തി വെളിപ്പെടുകയാ. ഷദാര ഹദ്ദന അന്തൽ കമന റിഗാന അന്തൽ കട ജഗലാദര. ഹല്ലേലൂയ. ഇരുട്ട് മാറാൻ പോവാ കേട്ടോ. സൂര്യൻ നിനക്ക് വേണ്ടി ഉദിക്കാൻ പോകുക. ഇനി നിന്റെ സൂര്യൻ ഉദിക്കത്തില്ലെന്നൊക്കെ പിശാച് പറഞ്ഞു, പക്ഷേ നിന്റെ സൂര്യൻ ഉദിക്കാൻ പോകുക. നിന്റെ സൂര്യൻ ഉദിക്കാൻ പോകുക. ഇന്ന് രാത്രി വിശ്വസിച്ചോ, നിന്റെ സൂര്യൻ ഉദിക്കാൻ പോകുക. ആരും പറയണ്ട, നിനക്ക് വേണ്ടി വെളിപ്പെടാൻ അവൻ റെഡിയാ. അവൻ റെഡിയായി നിൽക്കുകയാ. നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ ഇരുട്ടിനെ ഒന്ന് മാറ്റണമേ. ഇന്ന് രാത്രി ശക്തിയോടെ ആരാധിക്കുന്ന ദൈവജനത്തിന് നടുവിൽ നിന്ന് യെസ് ജീവൽ കമാന ഹദര അന്തരെ ജഗന റിഗാന അഷാ സർക്കര ദര. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില വർഷങ്ങളായുള്ള ചില ഇരുട്ട് യെസ് 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 ഓ ശരവിഗമന ഐഡവലഗടക സാദരാദര യെസ് യെസ്. ഹല്ലേലൂയ. നിനക്കെതിരെ വരുന്ന ശത്രുവിനെ ഭയപ്പെടുന്ന എന്തിനാ? ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി നിൽക്കുകയല്ലേ. ഇന്ന് രാത്രി ദൂതന്റെ സാന്നിധ്യം മനസ്സിലാക്കി എത്ര പേരുണ്ട്? ഞാൻ ഈ ദിനങ്ങളിൽ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനിന്ന് പകലാരോടോ പറഞ്ഞു, ചില ദിവസങ്ങളായി എന്നോട് കൂടെ നിൽക്കുന്നൊരു ദൈവ സാന്നിധ്യം ഞാൻ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് അതിനൊരാഗ്രഹമുണ്ട്? നിന്റെ കൂടെ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം, നിന്റെ പ്രതിസന്ധി നിന്നെ താങ്ങി നിർത്തുന്ന, മറ്റുള്ളവരെ നിന്നെ ഒഴിവാക്കി നിർത്തുന്ന, ഒറ്റപ്പെടുത്തിയൊക്കെ നിർത്തിയപ്പം നീ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി വരിക. ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെടും. നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ യെസ് യെസ് ഓ ശരവിഗമന യെസ് ഇബാരബ സന്ദര ദുരാദല സന്ദര യെസ് യെസ്. ദൂതൻ ഇറങ്ങുമോ? ദൂതൻ ഇറങ്ങുമോ? നീ ദൂതൻ ഇറങ്ങിയ എത്ര സന്ദർഭങ്ങൾ എനിക്ക് പറയാനുണ്ട്. പ്രൈസ് ഗോഡ്. ദൂതൻ ഇറങ്ങിയ സന്ദർഭങ്ങൾ പറഞ്ഞ അത് രാത്രി അത് മാത്രം പറയണം. ദൂതൻ ഇറങ്ങാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്?
വെളിപ്പെടും കേട്ടോ. പ്രാർത്ഥിച്ച ദൂതൻ ഇറങ്ങും. നിനക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ, നിന്റെ കയ്യിൽ ഒതുങ്ങാത്തൊരു വിഷയത്തിന്റെ മുൻപിൽ നീ വിളിച്ചാൽ ദൂതൻ അവിടെ വെളിപ്പെടും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുകയാ. യെസ്, ഹല്ലേലൂയ. എനിക്കിത് പറ്റുന്നില്ലല്ലോ ദൈവമേ, ഒന്ന് പറയാൻ റെഡിയാവാവോ? ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ ചരിത്രത്തിലൊരു സംഭവം വായിച്ചിട്ടുണ്ട്. ചരിത്രത്തിലല്ല, ഈ അടുത്ത കാലത്ത് ഡൽഹിയിലെ പോൾ പിള്ള എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദേവദാസിൻ്റെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. നാദദ്വാര എന്ന് പറയുന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹവും തൻ്റെ ഗ്രൂപ്പും കൂടെ ചെന്നു. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സുവിശേഷ വിരോധികൾ വന്നങ്ങ് അടിച്ചു ശരിക്കും അടിച്ച് എല്ലാത്തിനും താഴെയിട്ട് ചവിട്ടി ശരിയാക്കി. ഒരു രക്ഷയില്ലാതെ കൂടെ കിടന്ന ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ പുള്ളിക്ക് മിണ്ടാൻ പോലും മേലെ. പക്ഷേ പുള്ളി വിളിച്ചു പറഞ്ഞു, ഇല്ല, ഞാനും മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇവർ പാട്ടുപാടുന്ന പോലെ പാടാൻ തുടങ്ങി. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ സുവിശേഷ വിരോധികൾ അപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക. അല്പ സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ പോൾ പിള്ളയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദേവദാസനും തല ഉയർത്തി നിൽക്കുമ്പോൾ അടിക്കുന്ന സുവിശേഷ വിരോധികളുടെ ഇരട്ടി പവറുള്ള മറ്റൊരു ടീം ഓടി വരിക. ആ ടീം ഓടി വന്ന് സുവിശേഷ വിരോധികളെ തള്ളി അങ്ങ് മാറ്റി. ഹലോ, തള്ളി അങ്ങ് മാറ്റി. ഇവരെ പിടിച്ചങ്ങ് എഴുന്നേൽപ്പിച്ച് മൊത്തം ഒന്നങ്ങ് തടവി. നന്ദി പറയാൻ നോക്കുമ്പോൾ അങ്ങനൊരു ടീമില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. നിനക്ക് സഹായിക്കാൻ ലോകത്തിൽ ആരുമില്ലെന്ന് ഓർക്കുമ്പോൾ നിന്നെ സഹായിക്കാൻ ദൂതന്റെ കരം വെളിപ്പെടും. ഇന്ന് രാത്രിയിൽ ചിലർക്ക് അത്യാവശ്യമായിട്ടത് വേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് നീ വീട്ടിലെത്തുന്നതിന് മുൻപ് നിനക്ക് വേണ്ടി ഒരു ദൂതൻ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് രൂപപ്പെടുന്ന ചില പ്രാധാന്യമേറിയ കാര്യങ്ങൾ നിന്നെ അറിയിക്കേണ്ടതിന് ദൈവം നിന്റെ ആയുസ്സിനെ നീട്ടി തന്നെങ്കിൽ നിനക്കൊരു ദൂതന്റെ ആവശ്യമുണ്ട് കേട്ടോ. അത് ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടുമെന്ന്. ദൂതനിറങ്ങും. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു ദേവദാസനുണ്ട്. അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, ദൂതനെ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ഒന്നും പറഞ്ഞാൽ ഞാൻ അത്രയും വിലക്കെടുക്കല് 2% അർത്ഥത്തിൽ എടുക്കത്തുള്ളൂ. പക്ഷേ അദ്ദേഹം ജീവിക്കുന്ന ഒരു ദേവദാസനായിട്ട് അദ്ദേഹം പറഞ്ഞ് ഞാൻ എടുത്തു. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഹിമാലയത്തിൻ്റെ മലകളിൽ അദ്ദേഹം ജോലി ചെയ്യുന്നയാളാണ്, മിലിറ്ററിയിലെ ജോലിയുള്ളയാളാണ്. അവധിയെടുത്ത് ഹിമാലയത്തിൻ്റെ മലകളിലൊക്കെ സുവിശേഷം പറയാൻ പോവുക. ആഴ്ച 2-3 ദിവസം അവധിയെടുത്ത് പോവും. അദ്ദേഹത്തെ കൊല്ലാൻ വധഭീഷണി നടക്കുക. ആ സമയത്ത് അദ്ദേഹം പോന്ന്. വീട്ടിൽ ഭാര്യയ്ക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് ചായ പോലും കിട്ടിയില്ല. 3 മല കയറിയപ്പോൾ പുള്ളിക്ക് പിന്നെ വയ്യ. 4ാമത്തെ മലയിലോട്ട് കയറാൻ നേരത്ത് ആ മനുഷ്യൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, രാവിലെ ഒരു ചായ പോലും കുടിച്ചില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്കൊരു ചായ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. പ്രാർത്ഥിച്ചു നോക്കിയപ്പം കയറാൻ പോകുന്ന മലയുടെ താഴെ 4 കമ്പ് കുത്തി നിർത്തി ഒരു ടാർപ്പായിട്ട കട. ഇന്ന് വരെ അങ്ങനൊരു കട അവിടെ ഇല്ല. ഈ മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു, ചായക്കടയാണോ? ചായയില്ല, പാലേ ഉള്ളൂ. ഒരു ഗ്ലാസ് പാല് തരാമോ? പാല് കൊടുത്തു. ആ നടത്തുന്ന മനുഷ്യർ ബണ്ണും കൂടെ എടുത്ത് കൈ കൊടുത്തു. ബണ്ണ് വേണ്ടായിരുന്നു, സാരമില്ല, കഴിക്കാൻ പറഞ്ഞു. അത് കഴിച്ചു. ഇരട്ടി ബലത്തോടെ അടുത്ത മല കയറുമ്പോൾ ഓർക്കുക, തിരിച്ചു ചെല്ലുമ്പം ഒരു പാലും ഒരു ബണ്ണും കൂടെ കഴിക്കണം. ഈ മനുഷ്യൻ മലയിലെല്ലാം കയറി സുവിശേഷം പറഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ മലയുടെ താഴെ ടാർപ്പായും ഇല്ല, തൂണുമില്ല, ഒരാളും അവിടെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നീ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ മലകളിൽ കയറി കർത്താവിനെ കുറിച്ച് പറയാൻ പോവാന്ന് കണ്ടാൽ നിന്നെ ബലപ്പെടുത്താൻ സ്വർഗത്തിൽ നയിക്കും. അങ്ങനെ സംഭവിക്കുമെന്ന് ഇടയ്ക്കെങ്കിലും ഒരു വിശ്വാസമുള്ളൊരു സ്തോത്രം പറയാം.
എൻ്റെ അനുഭവത്തിൽ 100 കണക്കിന് എനിക്ക് പറയാനുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ, നിനക്ക് ഏറ്റവും അസ്വസ്ഥമായ അനുഭവത്തിൽ നിന്നെ താങ്ങാൻ സ്വർഗം വിടുന്ന ദൂതൻ. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ, ദൂതൻ ഇറങ്ങിയാൽ ഇന്ന് വരെ നടക്കാത്ത ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. ഒരിക്കലും സാധ്യമല്ല എന്ന് ലോകം വിധി എഴുതിയത് ദൂതൻ ഇറങ്ങിയാൽ സംഭവിക്കും. കമ്പിവാചകത്തിൽ പറയുക, ദൂതൻ ഇറങ്ങി, അറയിൽ വെളിച്ചം പ്രകാശിച്ചു, കൈമേൽ ചങ്ങല അടിഞ്ഞു വീണു. ഇതെല്ലാം നടന്നെങ്കിലും എനിക്കിഷ്ടപ്പെട്ട 2 കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. ഒന്ന്, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയപ്പോൾ യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്ന് ദൈവം പത്രോസിനെ വിടുവിച്ചു. അതുകൂടെ ഒന്ന് പറയട്ടെ. ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ സ്ഥലം എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? പേപ്പറിലൊന്നും അല്ല. പ്രതീക്ഷ എന്ന് പറയണത് രഹസ്യമുറി കൂടി ഇതിനകത്തിരിക്കുന്ന കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ആരോടും പബ്ലിസിറ്റി കൊടുക്കാതെ, പബ്ലിക്കാക്കാതെ രഹസ്യ അജണ്ടപ്പെട്ട സാധന പ്രതീക്ഷ. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്ന ചിലതൂടെ മാറിപ്പോകാൻ പോവുക. നിന്റെ കുടുംബത്തിനെതിരെയും നിനക്കെതിരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ചിലത് ചെയ്യുക. ആരും അറിഞ്ഞിട്ടില്ല, ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ല, പക്ഷേ നീ ആരാധിക്കുന്ന ദൈവത്തിന് അതറിയാം. ചില മനുഷ്യരുടെ പ്രതീക്ഷയ്ക്കകത്ത് നിനക്കെതിരെയുള്ള പദ്ധതി രൂപം കൊള്ളുമ്പോൾ ആ രാത്രി സ്വർഗം അവിടെ ഇറങ്ങുകയാ. ഇന്ന് രാത്രി ഇവിടെ കൂടിയ ജനത്തോട് ഞാൻ പറയട്ടെ, നിനക്കെതിരെ എഴുതി വെച്ചതല്ല, ചിലരുടെ ബ്രെയിനകത്ത് ചിന്തയ്ക്കകത്ത് പദ്ധതി ഇടുമ്പോ തന്നെ തമ്പുരാനത് വിട്ടു. അത് പേപ്പറിലൊന്നും നിയമമാകണ്ടേ. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? ചിലർ നിനക്കെതിരെ പ്ലാൻ ചെയ്യുന്ന പ്ലാനുകളെ സ്വർഗം മാറ്റി എഴുതാൻ പോകുകയാ. ചിലർ രഹസ്യത്തിൽ പ്ലാൻ ചെയ്യുകയാ, പക്ഷെ തമ്പുരാനത് ഇന്ന് രാത്രി വെട്ടുകയാ. യെസ്, യേശുവിന്റെ നാമത്തിൽ ചില പ്രതീക്ഷകൾ മാറട്ടെ. പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ദൈവം ഈ ദിനങ്ങളിൽ പ്രതീക്ഷകളെ മാറ്റി നന്മയ്ക്കായി അടയാളം തരാൻ പോവാ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ പകയ്ക്കുന്നവരുടെ കണ്ണുകൾക്ക് കാഴ്ച വർദ്ധിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കും പകയ്ക്കുന്നവരുടെ കണ്ണടഞ്ഞു പോകണം, അവർ അല്ല, അവർ കാണണം. നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികൾ കാണാൻ അവരുടെ കണ്ണുകൾ ഉണ്ടാവണം. ഭൂമിയിൽ ചിലർ നിന്നെ നിന്ദിക്കുമ്പോൾ, നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ, അവരും അവരുടെ തലമുറകൾ കാണത്തക്ക നിലയിൽ ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് രാത്രി പറയുക. ചിലരുടെ പ്രതീക്ഷകളെ മാറ്റുക. ഈ ഉപവാസ പ്രാർത്ഥന വെച്ചതിൻ്റെ റീസൺ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ദൈവഭക്തന്മാരുടെ അകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിയോഗം കൊടുക്കുമ്പോൾ ഇതിനെതിരെ ചില ചിന്തകൾക്ക് ദൈവം മാറ്റം വരുത്തുക. മൈലുകൾക്കപ്പുറത്ത് ഓഫീസുകൾക്കകത്തായിരിക്കാം ചിലപ്പോൾ ഈ സഭയ്ക്കെതിരെയുള്ള ചിന്തകൾ വന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുക, മൈലുകൾക്കപ്പുറത്ത് ചിലരുടെ ചിന്തയ്ക്കകത്ത് വന്ന പദ്ധതി സ്വർഗം ഈ രാത്രി വെട്ടുക. യെസ്, ശമാന ഹദ്ദന അന്തൽ കമന റിഗന ഘടക ദൈവസഭയെ നിർത്തുകയില്ലെന്ന് പറഞ്ഞ് വാദഗതി ഉയർത്തുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ അത് മാറുക. ദൈവസഭകളുടെ വളർച്ചയിൽ സന്തോഷമില്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. ആള് കൂടുമ്പം സന്തോഷമില്ലാത്തവരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരുടെ ചിന്തയ്ക്കകത്തേ വന്നിട്ടുള്ളൂ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അരാം രാജാവിൻ്റെ കൊട്ടാരത്തിലിരുന്ന് തീരുമാനിക്കുന്നത് ഇസ്രായേൽ ജനത്തിന് അറിവ് കൊടുത്തൊരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ കുറിച്ചുകൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ സന്ദേശം നിർത്തുക, സമയം പോയതുകൊണ്ട്. ആ പ്രവാചകൻ
ആരായിരുന്നെന്നറിയാവോ? സാധാരണക്കാരനല്ല. എലീശ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നേ. രാജകൊട്ടാരത്തിൻ്റെ അകത്തെ അറയിൽ രാജാവ് ചിന്തിക്കുന്നത് മറ്റൊരു സ്ഥലത്തിരുന്ന് എലീശ കണ്ടുപിടിക്കുക. ഇതെങ്ങനെ സാധിക്കുന്നു? സ്വർഗത്തിലെ ദൈവം ഡയറക്റ്റ് അയച്ചതല്ലേ. ഇന്ന് രാത്രി നിന്റെ റൂട്ട് മാറ്റണം കേട്ടോ. എന്നോട് പരിശുദ്ധാത്മ പറയുന്ന ദൂത് പറഞ്ഞ് ഞാൻ നിർത്തുക. എന്താ എലീശ നിനക്കിത്ര പ്രാധാന്യം? ഞാൻ പറയാം, 1-2 വാക്കുകൾ ഞാൻ പറഞ്ഞ് നിർത്താം. എലീശയെ കൊണ്ട് പുതപ്പിട്ടപ്പം കാളയെ വിട്ട് ചോടിയവനാ. മനസ്സിലാവുന്നുണ്ടോ? വിളി ലഭിച്ചെന്നറിഞ്ഞാൽ ചിലത് വിടേണ്ടി വരും. വിട്ടേ ചോടിയവനെയാ ശുശ്രൂഷ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. വെറുതെ വിട്ടോ? ഞാൻ വീട്ടിൽ പോയൊരു അനുവാദം പൊക്കോളാൻ പറഞ്ഞു. ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തോ വിശ്വസിച്ചാ വിടുന്നത്? അവൻ തിരിച്ചു വരുമോ? പിന്നെ അവനെ വിടാൻ പറ്റിയ 2 പേര് വീട്ടിൽ പ്രാർത്ഥിക്കുമല്ലേ. മനസ്സിലാകുന്നുണ്ടോ? ഇവൻ കാളയുടെ കൂടെ ഇറങ്ങുമ്പം വീടിനകത്ത് പ്രാർത്ഥന ഉയരിയ, കർത്താവേ, ഭൗതിക ജോലിയിലാണ് എൻ്റെ തലമുറ ഇപ്പം നിൽക്കുന്ന, പക്ഷേ നീ അവനെ വിളിക്കണം. രാത്രി മാതാക്കളോട് ഞാനൊരു ദൂത് പറയുക. നിങ്ങളുടെ തലമുറ ലോകത്തിൽ എത്ര ഉന്നതന്മാരായാലും നിങ്ങളുടെ പ്രാർത്ഥനാമുറിയിൽ അവരെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കക്കാരാക്കി മാറ്റണം. യെസ്, ആ പ്രാർത്ഥന ഉയരണം. തിരിച്ചു വന്ന് കാളയെ വെട്ടി, കലപ്പയെ വെട്ടി, അതിൻ്റെ മേൽ വെച്ച് യാഗം കഴിച്ചിട്ടാണ് പോയത്. എന്താ അതിൻ്റെ കാരണം? ഞാൻ എലീശയോട് ചോദിച്ചു, അതവിടെ നിന്നോളിയല്ലേ കാള, കലപ്പ അവിടെ ഇരുന്നോളിയല്ലേ? എലീശ പറയാൻ, നാളെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തിരിഞ്ഞു നോക്കാനുള്ളതൊന്നും ഞാൻ ശേഷിപ്പിച്ചിട്ടില്ല. രാത്രി ദൂത് മനസ്സിലാകുന്നുണ്ടോ? ചിലത് തകർക്കാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ മറ്റാരോടും അനുവാദം ചോദിക്കാതെ തകർക്കാമെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രവചിക്കാനുള്ള ഒരഭിഷേകം നിങ്ങളുടെ മേൽ സ്വർഗം വെളിപ്പെടുത്തുമെന്നാ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം ചിലരെ തെരഞ്ഞെടുക്കുകയോ, ദൈവം ചിലരെ കാണുകയോ. ആ എലീശയോട് ബൈബിൾ കോളേജിലെ പിള്ളേർ പറഞ്ഞു, എന്തിനാ ഏലിയാവിൻ്റെ പുറകെ ഓടുന്നേ? ഒന്ന് നിൽക്കേ, ഞങ്ങളുടെ ബൈബിൾ കോളേജിന് ഒരു ഡീൻ കുറവുണ്ട്, ആക്കിയേക്കാം. അവിടുന്ന് രക്ഷപ്പെട്ട് അടുത്തടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ബൈബിൾ കോളേജിലെ മുഴുവൻ അധികാരവും തന്നേക്കാം. പുള്ളി പറഞ്ഞു, എനിക്ക് വേണ്ട. ഞാൻ പിന്നെ എലീശയോട് ചോദിച്ചു, നല്ല കാര്യമല്ലേ, എന്ത് വിശ്വസിച്ചായി ഏലിയാവിൻ്റെ പുറകെ ഓടുന്നേ? എന്നോട് പറയാ, ഞാനിപ്പോൾ ബൈബിൾ കോളേജിൻ്റെ പുറകെ നിന്നാൽ എനിക്ക് അഭിഷേകം കിട്ടത്തില്ല. പക്ഷേ എനിക്ക് അഭിഷേകം കിട്ടിയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ബൈബിൾ കോളേജ് എൻ്റെ കയ്യിലാണ്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ചിലത് നിനക്ക് വേണ്ടെന്ന് വെച്ചോടുമ്പോൾ നഷ്ടപ്പെട്ടതുകൂടെ മടക്കി തന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് നിന്നെ പ്രയോജനമുള്ളവരാക്കുകയാ. ഇന്ന് രാത്രി ചിലത് വിടാൻ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞാൽ വിടാൻ തയ്യാറായിക്കോ. പ്രതീക്ഷയിൽ നിന്ന് വിടുവിച്ചു, കൈമേൽ ചങ്ങല അഴിഞ്ഞു വീണു. എല്ലാം കഴിഞ്ഞ അവസാനത്തിൽ ഒരു കൈ നീട്ടിയതാ ഇതിന് മുഴുവൻ കാരണം. അഭിഷിക്തന്മാർക്കെതിരെ കൈ നീട്ടിയാൽ തമ്പുരാൻ മിണ്ടാതിരിക്കുമെന്ന് ഓർക്കണ്ട. അധികം വൈകുന്നതിന് മുൻപ് നിന്റെ നേരെ തമ്പുരാൻ കൈ നീട്ടും. പ്രൈസ് ഗോഡ്. ഹെരോദാവ് കൈ നീട്ടിയപ്പോൾ സ്വർഗം അനങ്ങിയില്ല. കാരണം ദൈവജനം ഒന്നാകണം. ദൈവത്തിൻ്റെ പദ്ധതി നടന്നു കഴിഞ്ഞപ്പോൾ ദൈവജനത്തിനെതിരെ കൈനീട്ടിയവനെതിരെ സ്വർഗം കൈനീട്ടി. ആ കൈനീട്ട് സാധാരണ കൈനീട്ടല്ല. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ ധൈര്യപ്പെട്ടു. നിനക്കെതിരെ പ്രതികരിക്കുമ്പോൾ നീ മിണ്ടണ്ട. ചിലതിൻ്റെ നേരെ സ്വർഗം കൈനീട്ടാൻ പോവാ. എന്ത് സംഭവിച്ച? എല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ കൃമിക്കിരയാകുന്നത്. പക്ഷേ അഭിഷിക്തനെതിരെ കൈനീട്ടിയവൻ കൃമിക്കിരയായിട്ടാണ് മരിച്ചത്. ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ടോ? പീഡനങ്ങൾ വരട്ടെ, നമുക്കെതിരെയുള്ള എത്ര ശക്തമായ എതിർപ്പുകൾ വന്നാലും ചുമക്കുന്ന വേദപുസ്തകത്തിൻ്റെ ശക്തി തിരിച്ചറിയാമെങ്കിൽ, വഹിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയും പവറും നിനക്കറിയാമെങ്കിൽ നീ മിണ്ടാതിരുന്നോ, ദൈവം കൈനീട്ടാൻ പോകുകയാണ്. ഈ രാത്രി ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നമുക്കൊരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസ്ഥയിൽ അടയ്ക്കാം. രാവിലെ മുതൽ ദൈവാത്മാവി ദൂതുകളിലൂടെ ഇങ്ങനെ നടത്തുകയാണ്. ചിലതൊക്കെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും പറഞ്ഞെന്ന് എനിക്കറിയാം. എനിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത നിലകളിൽ ദൈവം ഇടപെട്ടുവെന്ന് എനിക്കറിയാം. ഇതിനകത്ത് ചിലരോട് ദൈവം സംസാരിച്ചെന്ന് എനിക്കറിയാം. ലൈവിലൂടെ കാണുന്ന ചിലർ എഴുതിയിരിക്കുന്നു, അവരോട് ദൈവം സംസാരിച്ചുവെന്ന്. നമ്മൾ ബലഹീനരായി
ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥനാമുറികളിൽ കവിണ്ട് വീട് കിടന്ന് പ്രാപിച്ച ദൂതുമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിഞ്ഞ് സംസാരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ലോകം മുഴുവൻ നമുക്കെതിരായി നിന്നാലും ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കാൻ അവൻ തയ്യാറാണ്. ഈ രാത്രി പ്രാർത്ഥനാ മുറിയിലേക്ക് ദൈവം ചിലരെ നിർബന്ധിച്ച് വിടുക, നിർബന്ധിച്ച് ദൈവം ചിലരെ അയക്കുകയാണ്. കർത്താവേ, എൻ്റെ പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ട്, ഞാനിനി ഈ പ്രാർത്ഥനാ മുറിയിലേക്ക് മടങ്ങിപ്പോകാം. തീരുമാനമെടുക്കാൻ ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്താമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഈ പട്ടണത്തിൽ ചിലത് ചെയ്യാൻ പ്രാർത്ഥിക്കുന്ന ചിലരെ ആവശ്യമുണ്ട്. ദർശനം നഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ സ്വന്തം മക്കൾ പോലും പ്രമാണത്തിന് വേണ്ടി നിൽക്കാതിരിക്കുമ്പോൾ ഏലിയുടെ മക്കളെ മാറ്റി നിർത്തിയിട്ട് പ്രാർത്ഥിച്ച ഒരു സ്ത്രീയുടെ തലമുറയെ കൊണ്ട് ആലയത്തിൽ കൊടുത്തൊരു ദൈവം ജീവിക്കുന്നു കേട്ടോ. ഇന്ന് വഷളത്വത്തിൽ നടക്കുന്ന തലമുറകളെ കണ്ട് നീ ഭാരപ്പെടണ്ട. നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നീ ഉദരത്തിൽ ചുമന്ന നിന്റെ തലമുറയെ ദൈവം പ്രവാചകനായി മാറ്റും. ഇന്ന് രാത്രി കർത്താവേ, എൻ്റെ തലമുറയെ അങ്ങനെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഇതൊരു ഉണർവിൻ്റെ മീറ്റിങ്ങിനേക്കാൾ അധികം ഒരു കണ്ണുനീരിൻ്റെ മീറ്റിംഗായി മാറട്ടെ. കരങ്ങളെ ഉയർത്തിയവർക്ക് വേണ്ടി ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, ഈ കരങ്ങളെ ഉയർത്തിയവർ യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ച് നിന്റെ ചിറകിൻ്റെ കീഴെ വന്നവരാ. പലപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അലസന്മാരായി തീർന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. 2019 ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് മടങ്ങി വരുന്നു. മണിക്കൂറുകൾ, ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു അഭിഷേകം തരണമേ. ഇന്ന് രാത്രി നിന്റെ ആത്മാവിനാ ചിലരെ നിറയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്താട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സ്വാതന്ത്ര്യത്തോടെ വചനം ശുശ്രൂഷിക്കാൻ അവസരം തന്ന ബഹുമാന്യ ദൈവദാസനും ദൈവസഭയ്ക്ക് നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെ